കുറച്ച് നാളായിട്ട് ക്രൈസിസിലൂടെ ആയിരുന്നു. അതുകൊണ്ട് ഇനി കുറച്ച് നാൾ സമാധാനത്തിലൂടെ പോകണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ചെറിയ ഷെയർ ഉണ്ടെങ്കിലും ഇല്ലേ? ഞങ്ങൾ വേറെ ഗ്യാങ്ങാ. ഇവരുടെ വീട്ടിൽ അറിയാൻ വേണ്ടി വന്നിരിക്കും. വേറെ ലോകം. അപ്പൊ അയാൾ അതേ കിട്ടുള്ളൂ. ഇപ്പൊ അതിന്റെ കാര്യം ദേഷ്യം വന്ന് എന്ത് ചെയ്യും? അറിയും. മിന്നു തൊട്ടാൽ തിരിയുന്ന പെൺപൂവെന്നുള്ള പാട്ടൊക്കെ നമസ്കാരം. ഇൻഫാക്ട് വളരെ എക്സൈറ്റിംഗ് ആയ ഒരു സംഭവത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്താണ് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ബിക്കോസ് ഒട്ടും ഫെമിലിയർ ഇല്ലാത്ത ഒരു ഏരിയ ആണ്. കൊച്ചി തന്നെയാണ്. ഒരു കുടുംബം എന്നെ കാത്തിരിക്കുകയാണ്. ആക്ച്വലി എന്നെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയില്ല. അവർ ഭക്ഷണമൊക്കെ കഴിച്ച് ചില്ലിയാണ്. പക്ഷെ ഞാൻ ഇവിടെ അവരെ കാണാൻ വരാൻ കാരണം ഇസ് ദിസ്. യെസ്, ഈ വരുന്ന മാർച്ച് 26 തിയേറ്ററിലെത്താൻ പോകുന്ന സിനിമയാണ് പ്രതിച്ഛായ. ഇമേജ് ഈസ് ഡെസ്റ്റിനി. ഇത് എഴുതിയിരിക്കുന്നതും ഇത് സംവിധാനം ചെയ്തിരിക്കുന്നതും നമുക്ക് വളരെ പ്രിയപ്പെട്ട ഉണ്ണിച്ചേട്ടനാണ്, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ. ശ്രീ ഗോകുലം മൂവീസും അതുപോലെ തന്നെ RD ഇലുമിനേഷൻസ് ആണ് നമുക്ക് വേണ്ടി ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് മൾട്ടി സ്റ്റാർ കാസ്റ്റ്. ലെറ്റ്സ് വെൽക്കം ദം. ഹലോ, ഫുൾ കുടുംബം ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം ഞാൻ നിവിനോട് തന്നെ ചോദിച്ചു തുടങ്ങാം അല്ലേ നിവിനെ? എന്താണെന്നറിയാമോ, ഈ സിനിമയുടെ ട്രെയിലർ ഞാൻ കണ്ടു. ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഇവിടെ ഫുൾ ഫാമിലി സെറ്റപ്പ് ആണല്ലോ. എന്താണ് സത്യാവസ്ഥ? ടെൽ us. സത്യാവസ്ഥ ഇതൊരു ഫാമിലി ഫിലിമാണ്. ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് പൊളിറ്റിക്സ് ആണെന്നുള്ളൂ. ഓ റിയലി? അതിന് കാരണം എന്താ പറയുക, നമ്മുടെ ഈ ഒരു കറന്റ് സെനാരിയോ പൊളിറ്റിക്സും ഇലക്ഷൻസും ഒക്കെ നടക്കുന്നതുകൊണ്ട് അതിന്റെ കറക്റ്റ് നടുക്കൊണ്ടാണ് പ്രതിച്ഛായ ഇറങ്ങുന്നത്. അപ്പൊ ഞങ്ങൾ ടൈമിങ് മനഃപൂർവ്വമാണോ? ഇത് ബേസിക്കലി ഒരു ഫാദർ സൺ റിലേഷൻ കഥ പറയുന്നൊരു സിനിമയാണ്. അപ്പോൾ അത്തരം സിനിമകൾ എല്ലാവർക്കും എപ്പോഴും തിയേറ്ററിൽ കാണാൻ ഇഷ്ടമുള്ളൊരു ഒരു കഥയാണ്. നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്സ് ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാ റിലേഷൻഷിപ്സും അതിൻ്റെ രസകരമായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പ്രതിച്ഛായ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിലുള്ള പടമാണെങ്കിലും എനിക്ക് തോന്നുന്നു ഫാമിലിക്ക് വളരെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പടമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഫാമിലിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചിത്രമാണ്. ഒരു ഫാമിലി ഡ്രാമ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അല്ലേ? അപ്പോൾ ഈ ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നിവിൻ തന്നെ പരിചയപ്പെടുത്തി തരണം. ഇവിടെ ഉണ്ടല്ലോ എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും. അച്ഛനില്ല. അച്ഛനാണ് നമ്മുടെ സെൻട്രൽ. പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ളവരും ആരൊക്കെയാണ്? ചേട്ടൻ എവിടെ? ചേട്ടാ ചേട്ടൻ നിഷാന്ത് മൈക്ക് എടുക്കൂ. ചേട്ടൻ രണ്ടുപേർക്ക് പറയൂ. ചേട്ടനാണ് ഇതിലെ പൊളിറ്റീഷ്യൻ. ഒരു പൊളിറ്റീഷ്യൻ. അച്ഛനാണ് മെയിൻ പൊളിറ്റീഷ്യൻ. എന്തെങ്കിലും പറഞ്ഞു തരൂ, നമ്മുടെ ചേട്ടന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഈ സിനിമയിൽ. എന്താണ് പ്രതിച്ഛായ അക്കോർഡിംഗ് ടു ചേട്ടൻ? പ്രതിച്ഛായ ഒരു ഇമേജ്, എനിക്ക് പേഴ്സണലി സത്യം പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ ഞാൻ ഇത്ര ആണ് ചെയ്തുകൊണ്ടിരുന്നൊരു ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ഒരു പ്രതിച്ഛായ എൻ്റെ മാറുന്നതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട്. അതെ, മാറുമായിരിക്കും. ഇതുവരെയുള്ള പ്രതിച്ഛായ എന്തായിരുന്നു നിഷാന്തിന്റെ? വില്ലൻ അല്ലേ? ഇതിൽ പക്ഷേ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ചേട്ടനാണ് അല്ലേ? അതൊരു ഡിഫറൻസ് ആണ്. വില്ലൻ അല്ലാത്ത ഒരു നിഷാന്ത് ചേട്ടനെ കാണുന്നത്. ചെറിയ ഷെയ്ഡ് ഉണ്ടെങ്കിലും അല്ലേ, അത് പൊളിറ്റിക്സ് അല്ലേ? ഉണ്ടെങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ, അപ്പം നിഷാന്തിൽ ചേട്ടൻ, പിന്നെ അച്ഛൻ നമുക്ക് ഓൾറെഡി അറിയാം, ബാലചന്ദ്രൻ മേനോൻ സാറാണ് അച്ഛനായി വരുന്നത്. അമ്മ ചേച്ചി ഓഫ് കോഴ്സ് ഡസന്റ് നീഡ് ആൻ ഇൻട്രൊഡക്ഷൻ. ഇതിലൊരു ഇമോഷണൽ ഒരു സപ്പോർട്ട് ആയിട്ട്, ഒരു സെൻട്രൽ ഫിഗർ ആയിട്ട് CM-ന്റെ ഭാര്യ. അതെ അതെ. എങ്ങനെയുണ്ടായിരുന്നു? അന്നമ്മ. എൻ്റെ ക്യാരക്ടറിന്റെ പേര് അന്നമ്മ. മക്കളുടെ പേര്? മക്കളെ ജോൺ ആൻഡ് ടോബി. രണ്ട് മക്കൾ. എങ്ങനെയുണ്ട് മക്കള്? നല്ല മക്കളാ. അടിപൊളി മക്കളാ. നല്ല ഫാമിലി ഇമോഷൻസ് ഒക്കെ ഉണ്ട് പടത്തിൽ. വളരെ നല്ല ഒരു ശക്തമായ ക്യാരക്ടർ എനിക്ക് ഉണ്ണി സാർ തന്നിട്ടുണ്ട്. വളരെ സന്തോഷം. നിങ്ങൾ അത് ഇപ്പോഴത്തെ തലമുറകളിൽ ഞാൻ വർക്ക് ചെയ്യണത് വളരെ സന്തോഷം.
നമ്മളെ രാജുവേട്ടൻ, പുതിയ ജനറേഷനാ. നമ്മള് കുടുംബത്തിൽ കഴിഞ്ഞിട്ട് നമ്മള് കുടുംബത്തിന് പുറത്തേക്ക് സഞ്ചരിക്കും നമ്മള്. അതെ, എല്ലാവരും കൂടെയും വർക്ക് ചെയ്തതിൽ വളരെ സന്തോഷം. നീതു എല്ലാവരും ഉണ്ട്. അതെ. എന്തായിരുന്നു ഈ ഒരു സിനിമ? അതും ഒരു ശക്തമായ കഥാപാത്രമാണല്ലോ ചേച്ചിയുടെ. ഇത് കണ്ടപ്പം ഇതിനെക്കുറിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? ഇതിന്റെ പൊളിറ്റിക്സ് ആണോ, ഇതിന്റെ കുടുംബമാണോ? ഫാമിലി ഇമോഷൻസ് നിറയെ ഉണ്ട്, നല്ല സെന്റിമെന്റ് സീൻസ് ഒക്കെ ഉണ്ട്. മോളും ചെറുമോളും അപ്പൂപ്പനായിട്ടുള്ള കോമ്പിനേഷൻസ് വളരെ നന്നായിട്ടുള്ള സീൻസ് ഒക്കെയാണ്. പിന്നെ ജോണും റോസി നല്ല കുറച്ച് സെന്റിമെന്റ് സീൻസ് ഒക്കെ ഉണ്ട്. റോസി ഇസ് ജോൺസ് ഭാര്യ. അതെ, റോസ. സ്നേഹത്തോടെ വിളിച്ചതല്ലേ? അല്ലേ? സ്നേഹത്തോടെ റോസി എന്ന് വിളിച്ചപ്പോ ഇഷ്ടപ്പെട്ടില്ല. ഐ എം റോസ. അല്ല, ആ പേരിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതുകൊണ്ട് പറയാൻ പറ്റൂല. ഇല്ല. എന്തെങ്കിലും പറയൂ. പറയാൻ എന്താണ് ആ സിഗ്നിഫിക്കൻസ്? വേണ്ട പറയുന്നില്ല. ആ സിനിമ കാണൂ, 26ാം തീയതി സിനിമ കാണൂ. അപ്പൊ ആ സിഗ്നിഫിക്കൻസ് നോക്കി നമ്മൾ പോണം അല്ലേ? ബട്ട് ഹൗ ഇസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ഇങ്ങനത്തെ ഒരു ടീം? ഒരു ഉണ്ണിച്ചേട്ടൻ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ആദ്യത്തെ ഫസ്റ്റ് ലുക്കിൽ. പക്ഷെ പിന്നെ മനസ്സിലാക്കിയത് ഒരു കുടുംബ ചിത്രമാണ്. അപ്പോൾ നിവിനുണ്ട്, ഷർഫുദ്ദീനുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ട് അല്ലേ? അപ്പം എന്തായിരുന്നു? വളരെ സന്തോഷം. ഞാൻ ലോഞ്ചിൻ്റെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു 15-20 ഡേയ്സ് എടുത്തു. ഞാൻ ഇവരുടെയൊക്കെ കൂടെയാണ് ഇരിക്കണമെന്ന് എനിക്കൊന്ന് ഫസ്റ്റ് ടൈം ആണോ ഇതിൽ എല്ലാവരുടെ കൂടെ? ആരുടെ കൂടെ മുന്നേ അഭിനയിച്ചു? അല്ലെങ്കിൽ 30 ഡേയ്സ് ഉണ്ടായിരുന്നു. നിവിൻ എത്ര ഡേയ്സ് ഉണ്ടായിരുന്നു ജോൺ? എണ്ണില്ല, ഫുൾ ഒരു 70 days 60-70 days. അപ്പോൾ കുറച്ച് ഡേയ്സ് എടുത്ത് എനിക്കൊന്ന് ഗ്രാസ്പ് ചെയ്യാൻ ഇവരുടെയൊക്കെ കൂടെയാണെന്നുള്ളത് വളരെ സന്തോഷം. ബിക്കോസ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് സിനിമയിലെത്തുന്ന ആളാണ്. ആൻഡ് ഓൾസോ അത് ഇത്ര വലിയൊരു ബാനറിന്റെ കൂടെ, ഉണ്ണിസാറിന്റെ കൂടെ, നിവിൻ ചേട്ടൻ, ഷറഫക്ക, രാജ് ചേട്ടൻ, ഇത്ര വലിയൊരു ടീമിന്റെ കൂടെ ആയത് ഐ തിങ്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പടം ഇതാണ്. സോ വെൽക്കം. താങ്ക് യു. അതൊരു ബ്ലെസ്സിങ് ആണ്. അത് വളരെ അധികം ഒരു ചെറിയ ക്രൂ അല്ല അല്ലെ? അതിലെ കാസ്റ്റ് തന്നെ കാലാകാലങ്ങളുള്ള സം ഫാബ്യുലസ് ആൾക്കാർ ഒരുമിച്ചെത്തിരിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സബ്ജക്റ്റ്. പൊളിറ്റിക്സുമായിട്ട് എന്താണ്? പൊളിറ്റിക്സുമായിട്ട് എനിക്ക് ചെറിയ ബന്ധമേ ഉള്ളൂ. പക്ഷെ ഞാനൊരു ആക്റ്റീവായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളല്ല. ഞാൻ ബൈ പ്രൊഫഷൻ ഇതിൽ പ്രൊഫസറാണ്. പൊളിറ്റിക്കൽ സയൻസ് ആണ് എൻ്റെ സബ്ജക്റ്റ്. പഠിപ്പിക്കുന്നതേ ഉള്ളൂ. വലിയ താല്പര്യമില്ല. താല്പര്യമൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് ക്യാരക്ടർ. യെസ്. കുട്ടികളുണ്ടോ ഇതില്? കുട്ടികളില്ല. ഇല്ല. അപ്പൊ എല്ലാ കുട്ടികളും നിങ്ങളുടെയാണ്? അല്ല, ഒരാളേ ഉള്ളൂ. ടോബിയുടെ ടോബിന്റെ വൈഫാണ് റാണി എന്ന കഥാപാത്രമായിട്ട് എനിക്ക് വളരെ അടുപ്പം ഉള്ള ഒരാളാട്ടോ വിജിത. ഞാൻ പണ്ട് വനിതാരത്നം എന്ന് പറഞ്ഞൊരു ഷോ ആങ്കർ ചെയ്തുകൊണ്ടിരുന്നപ്പോ അതിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു വിജിത. 10 മാസം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. 8 years back അല്ലേ? Good to see you here. So tell me, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? ഇത് ഫസ്റ്റ് ഫിലിം ആണോ അതോ ചെയ്തിട്ടുണ്ട്? പക്ഷെ ഇത്ര വലിയൊരു സിനിമയുടെ ഭാഗമാവുന്നത്, ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള റോളൊക്കെ വരുന്ന ഒരു വലിയ സിനിമ അതിതാണ്. ഇതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയ കാര്യം എന്തായിരുന്നു പ്രതിച്ഛായയില്? ഭർത്താവ് ടോബി. അതിനാന്ന് ഞാൻ പറയില്ല, കാരണം വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ എന്നുള്ള പാട്ടൊക്കെ കേട്ട് കേട്ടോ. അങ്ങനെ നമ്മള് ഇങ്ങനെ എന്ത് രസാന്നൊക്കെ വിചാരിച്ചിരുന്ന ആള് നമ്മളുടെ ഭർത്താവായിട്ടൊക്കെ അഭിനയിക്കുമ്പോ ഉറപ്പായിട്ടും ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ട്. വെറുതെ പറയണേ. ഒരു മിനിറ്റ്, നീതു അതുപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടോ? ഭർത്താവ് ആക്ച്വലി മിണ്ടിയിരുന്ന സെറ്റ്. ഇത്രയും എക്സൈറ്റഡ് ആയി പറഞ്ഞിട്ട് ഭർത്താവ് പ്രത്യേകിച്ച് ഒന്നും മിണ്ടുണ്ടായിരുന്നില്ല. സങ്കടമൊക്കെ എൻ്റെ അടുത്തായിരുന്നു പറയുന്നത്. ഈ മനുഷ്യൻ മിണ്ടുന്നില്ലേ പൊതുവേ? ഇപ്പൊക്കെ മിണ്ടും. പൊതുവേ പൊതുവേ കുറവാ. ഏറ്റവും ഞാൻ പറയേ, എന്റെ ഹസ്ബൻഡ് മിണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതല്ലേ ജോണല്ലേ? അയ്യോ ജോൺ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നീറ്റ് വന്നിട്ട് പറയും, ചേച്ചി അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിരിപ്പിച്ചിട്ട് വയ്യ. അല്ല, അതിൽ ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കഥാപാത്രത്തിൽ ഒരാണ് ടെക്നോക്രാറ്റും ഒരാൾ പൊളിറ്റിക്കൽ, രണ്ടും ഈസ്റ്റ് വെസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ്സ് നിൽക്കുന്ന ആൾക്കാരാണ് അല്ലേ? അല്ല കേൾക്കണം, എനിക്ക് പറയണം. എന്തായിരുന്നു? അയ്യോ അത് വേണ്ട. പറയണം. നിഷാന്തേട്ടാ പറ. ഇപ്പൊ ഇത് ശരിയാവില്ല ഗൈസ്. അല്ല, എന്തെങ്കിലും മിണ്ടണം എന്ന് പറഞ്ഞല്ലോ, മിണ്ടിയിട്ടില്ല എന്നുള്ളതാണല്ലോ പരാതി. അതല്ല,
അതിന് എന്തെങ്കിലും ഒരു പരിഗണന നമ്മളോട് കാണിക്കും. ഒരു ഭർത്താവ് എന്നുള്ള എന്തിനു മിണ്ടണം? ഫുൾ ടൈം ദേഷ്യമാണ് അല്ലേ ഭർത്താവിനോട്? അപ്പൊ കയ്യിലിരിപ്പ് സ്വന്തം കയ്യിലിരിപ്പാണ്. എന്ത് ചെയ്യാനാ റാണി? അമ്മയും അച്ഛനും എങ്ങനെ ഉണ്ടായിരുന്നു മോളെ സിനിമയില്? മോൾക്ക് മുഴക്ക് കൊടുത്തേ. മോളുടെ പേരെന്താ? ധ്വനി. വാവ്, വാട്ട് എ നൈസ് നെയിം. സിനിമയിലോ? മറിയാമ്മ. നിങ്ങളുടെ ആരെ ഏറ്റവും ഇഷ്ടപ്പെട്ടെ ഈ സിനിമയിൽ അഭിനയിച്ചപ്പോ? സത്യം പറയണേ. മൈ ഗോഡ്, മറ്റേ അഭിനേത്രി ആവാൻ കറക്റ്റ് ആയിട്ട് വളർന്നു വരുന്ന കുട്ടി സിനിമയിൽ നിൽക്കും. അശോകൻ ചേട്ടൻ പറഞ്ഞു സിനിമയിൽ നിൽക്കും. ഇനി ആരെങ്കിലും ഉണ്ടോ ഈ കുടുംബത്തില്? നമ്മൾ മിസ്സിംഗ് ഇല്ലല്ലോ. 2 അമ്മ, അച്ഛൻ, 2 മക്കൾ, പിന്നെ ഭാര്യ, ഒരു മോള്. ഓക്കെ, കുടുംബം കഴിഞ്ഞു. ഇനി ഈ കുടുംബത്തിന്റെ പുറത്തേക്ക് പോകുമ്പം നമുക്ക് കുറച്ച് ആൾക്കാരുണ്ട്. അതിപ്പം പോളിറ്റിക്സ് ഇതിന്റെ വലിയൊരു ഒരു ഒരു ഭാഗമാണ്. അതിൽ ആ ഒരു ഇടത്തല്ലേ അശോകൻ ചേട്ടനും രാജു ചേട്ടനും ഒക്കെ എൻട്രി ചെയ്യുന്നേ? ഞാൻ രാഷ്ട്രീയത്തിലുള്ളതാണ്. അച്ഛൻ്റെ രാഷ്ട്രീയത്തിൽ ഞാൻ തന്നെ ഉണ്ട്. ഇത് വലതുവിനസിന്റെ രാഷ്ട്രീയത്തിൽ അതിലൊരു പ്രസിഡന്റാണ്. ഓക്കെ, പക്ഷേ ഇതില് നിങ്ങൾ തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലേ? രാജു ചേട്ടൻ ഒരു ലോയലിസ്റ്റ് ആണ്. അത് മണിയമ്പിള രാജു അങ്ങനെ ഞാൻ തന്നെ ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. അല്ല, രാജു ചേട്ടൻ രണ്ടുപേരും ഒരേ പാർട്ടിയിലല്ലേ ഇതില്? പക്ഷെ രാജു ചേട്ടൻ ഒരു ലോയൽ ആയിട്ടുള്ള ഒരു ആളല്ലേ ഈ മിനിസ്റ്ററിന്റെ അടുത്ത്? ഇദ്ദേഹം കുറച്ചുകൂടെ പവർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയാണോ? അതൊക്കെ പറഞ്ഞ സിനിമയുടെ സസ്പെൻസ് കൊണ്ട് ഞങ്ങൾ പറയില്ല. നിങ്ങൾ 10-50 ദിവസം അതൊന്നും ഞാൻ പറഞ്ഞിട്ട് ഇല്ല. സിനിമയിൽ ട്രെയിലർ കണ്ടിട്ടാ ഞാൻ പറഞ്ഞ. ട്രെയിലറിൽ കുറച്ചൊരു ദേശീയക്കാരനാണ്. ജീവിതത്തിലോ? ജീവിതത്തിന് അതിനേക്കാൾ ദേഷ്യം. എന്നെ കുറിച്ച് ലോയലാണെന്ന് പറയാൻ കാര്യമുണ്ട്. ഞാൻ ട്രെയിലറിൽ ഇല്ല. ചേട്ടന്റെ സ്വഭാവം വെച്ച് ഞാനങ്ങ് ഗസ് ചെയ്തതാ ലോയലാണെന്ന്. പക്ഷെ ഈ കൂട്ടത്തിൽ എനിക്ക് മനസ്സിലാവാത്ത കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. ആ മൈക്ക് എന്റെ ഈ കുടുംബ ഞങ്ങള് വേറെ ഗ്യാങ്ങാ. ഇവരുടെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി വന്നിരിക്കുന്നത്. സ്പൈ. ഗ്യാങ്ങിലെ വേറൊരു മെമ്പറും കൂടെ ഉണ്ടല്ലോ. വിഷ്ണു മീഡിയ അല്ലേ? മീഡിയ വേറെ ലോകം. നമുക്ക് വൈശാഖിനടുത്തേക്ക് പോവാം. നിങ്ങളും ഒരു ഗ്യാങ് അല്ലേ? ഓക്കെ, ഇനി ഈ സിനിമയില് പൊളിറ്റിക്സ് എന്ന് നമ്മൾ പറഞ്ഞു ബാക്ക്ഗ്രൗണ്ട് ആണ്, കുടുംബമാണ് സെൻട്രൽ എന്ന് പറഞ്ഞു. കുടുംബത്തെ പരിചയപ്പെട്ടു. അഫ്കോഴ്സ് CM കഥാപാത്രത്തിലെത്തിയ ബാലചന്ദ്രൻ മേനോൻ സാറിന്റെ കുറെ നാൾക്ക് ശേഷമുള്ള ഒരു ചിത്രം കൂടിയാണ്. അപ്പൊ ദാറ്റ് ഈസ് വെരി എക്സൈറ്റിംഗ് ഫോർ ഓൾ ഓഫ് us. പക്ഷെ ഇതില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കോർപ്പറേറ്റ്സ് ആണോ ഈ പൊളിറ്റിക്കൽ ഒരു ഇമേജ് ഡിസൈഡ് ചെയ്യുന്നത്, പൊളിറ്റിക്സ് ഡിസൈഡ് ചെയ്യുന്നത്, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ കഥാപാത്രങ്ങളായിട്ടാണല്ലോ വരുന്നത്? എടാ, എന്തായിട്ടാണ് വരുന്നത്? ഞാൻ ആക്ച്വലി അവിടെ പച്ചക്കറി വിൽക്കാൻ എന്നിട്ട് അപ്പൊ ഇവര് വീട്ടില് ബൾക്കായിട്ട് എടുക്കുവാണ്. പിന്നെ എന്നിട്ട് കച്ചവടം എവിടെ വരെ എത്തി? കച്ചവടം കുഴപ്പമില്ല, പൊടി പിടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ വിഷാംശമുള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ വീട്ടിലൊരാളെ ഞങ്ങൾ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതൊക്കെയാണ് കഥയുടെ ഒരു ഇതിവൃത്തം. അതാണ് അതിന്റെ ഒരു മെയിൻ സാധനം. അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം അപായപ്പെടുത്താൻ വേണ്ടി വിഷാംശമുള്ള ഭക്ഷണം കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതാണ് പച്ചക്കറി കച്ചവടക്കാരനാണ് ഞാൻ. അതെ, മനസ്സിലായി. കോർപ്പറേറ്റ് രീതിയിൽ പച്ചക്കറി വെക്കുന്ന ഒരു കച്ചവടക്കാരൻ. അപ്പൊ വൈശാഖ, ഇതൊക്കെ സത്യമാണോ? ഇയാള് പറയുന്ന എല്ലാം അതേ പറയുന്നതാണോ സിനിമയില്? പുള്ളിക്ക് വേറെ പ്ലാനുകളുണ്ട്. പുള്ളി വേറെ റൂട്ടിൽ നിന്ന് വരുന്നതാണ്, വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നിങ്ങൾ ചീത്ത ആന്റാഗണിസ്റ്റ് ആണോ? അല്ല, പിന്നെ എന്താണ് നിങ്ങൾ? ഞങ്ങള് സാമൂഹിക സേവകരാണ് ഈ സിനിമയില്. അത് ഞങ്ങൾക്ക് കുറെ പേരുണ്ട്. അത് ഞങ്ങൾ അങ്ങനെ സേവനത്തിന് വേണ്ടി പല ശ്രമങ്ങളും നടത്തും. ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ആ ശ്രമങ്ങൾ ഞങ്ങൾ ഇവരുടെ അടുത്തൊക്കെ അവതരിപ്പിക്കും. അപ്പൊ ഇവരതിനോട് ചിലപ്പോഴൊക്കെ അത്ര ഓക്കെ അല്ല എന്ന് പറയും. അപ്പൊ ഞങ്ങൾക്ക് ദേഷ്യം വരും. അപ്പൊ ദേഷ്യം വരുമ്പോ എന്ത് ചെയ്യും? കരയും ഈ സിനിമയില്. അതെ, എന്നിട്ട് അങ്ങനെ പോകും കഥ മുഴുവൻ ഞാൻ മിക്കവാറും ഇപ്പൊ തന്നെ പുറത്തേക്ക് ഇല്ല. പക്ഷെ ഇതില് വൺ തിങ് വെരി ഇൻട്രസ്റ്റിംഗ് അബൌട്ട് നിവിൻസ് ക്യാരക്ടർ, ഒരു ടെക്നോക്രാറ്റ് ആണ്. സോ ടെക്നോക്രാറ്റ് എന്ന് പറഞ്ഞാല് നമ്മള് എല്ലാം ഫാക്ട്സ്, ഡേറ്റ, സത്യം. പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതൊന്നും ബന്ധമില്ലാത്തൊരു സംഭവമാണ്. കൂടുതൽ ഇമോഷൻസ് ആണ്, റിലിജൻ, കാസ്റ്റ്, ക്രീഡ്, ഇതൊക്കെ ബന്ധമുള്ളൊരു സംഭവമാണ്. അപ്പൊ ഹൗ ഡസ് ജോൺ മാനേജ് ബോത്ത്? ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടോ ഈ ക്യാരക്ടറും ഇതും ബാലൻസ് ചെയ്യാൻ? ബിക്കോസ് അച്ഛൻ്റെ ഒരു പ്രശ്നമാണല്ലോ ഇതിൻ്റെ ഒരു സെൻട്രൽ. ഹൗ ഡു യു മാനേജ് ദാറ്റ്? അങ്ങനെ പ്രശ്നമില്ല. കാരണം ഇത് ആളിങ്ങനെ ഒരു ടെക് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഒരാളാണെങ്കിൽ കൂടി ഈ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് മകൻ. അതൊരു ഇമോഷണൽ സൈഡാണ്. അതും രണ്ടും തമ്മിൽ ആക്ച്വലി മിക്സ് ആവുന്നില്ല പടത്തിൽ.
ഇല്ല. ഈ ഈ ഒരു സിനിമയുടെ ഒരു premise, ഇത് ഈ പ്രതിച്ഛായ എന്ന പേര്, ഇമേജ് അല്ലേ, ഇപ്പൊ പബ്ലിക് ഇമേജ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ് കുറേ പേർക്ക്, ചിലവർക്കല്ല. അത് ഏറ്റവും കൂടുതൽ ഐ തിങ്ക് അനുഭവിച്ച ആൾക്കാരാണ് മീഡിയയിലുള്ള ആൾക്കാർ, വെദർ ഇറ്റ്സ് യു ഓർ ഓൾ ഓഫ് us ഹിയർ. അപ്പം ഈ ഇമേജ് എന്ന് പറയുന്നതിനെ കുറിച്ച് എന്താണ്, ഈ പ്രതിച്ഛായ എന്ന പേരാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. അപ്പം അതിനെ എങ്ങനെ കാണുന്നു, എന്താണ് ഈ പ്രതിച്ഛായ എന്നൊരു ഒരു വേർഡിന് കൊടുക്കുന്ന ഒരു മീനിങ് ഇൻ യുവർ ലൈഫ്? അല്ല, നമുക്ക് എല്ലാവർക്കും ഒരു ഇമേജ് ഉണ്ടല്ലോ. ഒരു സിനിമയിൽ വരുന്നു, സിനിമയിൽ വന്ന് നമ്മളെല്ലാവരും അഭിനയിച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ ഇമേജ് പ്രേക്ഷകർ തരാണ്. പക്ഷെ അത് പല കാരണങ്ങളാൽ പോകാം അല്ലേ. ചിലപ്പം 10-20 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നഷ്ടപ്പെടാം. അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് അലിഗേഷൻസ് കാണുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള അലിഗേഷൻസ് ഉണ്ട്, ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻസ് ഉണ്ട്. ഇത് ഫേസ് ചെയ്യേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ആ വ്യക്തി മാത്രമല്ല അത് ഫേസ് ചെയ്യുന്നത്, അവൻ്റെ പിന്നിലൊരു ഫാമിലി ഉണ്ട്, ഒരു അമ്മയുണ്ട്, വൈഫുണ്ട്, മക്കളുണ്ട്. ഇവരെല്ലാവരും ഇത് എഫക്റ്റഡ് ആവുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ സിനിമ പറയുന്നത്. എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു ഫാമിലി ഉണ്ട്. രാഷ്ട്രീയക്കാർ മാത്രമല്ല എഫക്റ്റഡ് ആവുന്നത്, അവരുടെ പിന്നിൽ നിൽക്കുന്ന ഫാമിലിയും എഫക്റ്റഡ് ആവുന്നുണ്ട്. ആ ഇമോഷനാണ് ഈ സിനിമ പറയുന്നത്. രാജുചേട്ടൻ എന്താണ് ഈ സിനിമയെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസും അതുപോലെ ഒരു എക്സ്പെക്ടേഷനും, എന്താണ് പ്രതീക്ഷ? എക്സ്പെക്ടേഷൻ വളരെ കൂടുതലാണ്, കാരണം അത്രയ്ക്ക് ഫിലിം വർക്കൗട്ടായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മേക്കിങ്ങിൻ്റെ സൈഡിലായാലും വളരെ നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ല, ഒരു വലിയ സിനിമയാണ്. ഉണ്ണികൃഷ്ണൻ ചെയ്ത പടങ്ങളിലെ ഏറ്റവും വലിയ പടമാണ്, ഏറ്റവും നല്ല പടമാണ്. ഞാൻ അവസാനം ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകാൻ നേരത്തെ അത് പറയുകയും ചെയ്തു. ഉഗ്രം പടമാണ്. പിന്നെ ഇത് എല്ലാവർക്കും പെട്ടെന്ന് ഇതിലെ സീൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കേരളത്തിൽ 10-12 വർഷമായിട്ട് നമ്മൾ കാണുന്ന പല സംഭവങ്ങളുണ്ടല്ലോ, സ്ട്രൈറ്റ് ഫോർവേഡാണ് സിനിമ, അല്ലാതെ ഏച്ച് കെട്ടിയതോ കള്ളത്തരങ്ങളോ ഒന്നുമില്ല. നമുക്കറിയാം ഇത് കള്ളത്തരല്ല, അയ്യോ ഇത് നടന്ന സംഭവമാണല്ലോ എന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കും. സത്യസന്ധമായ രീതിയിലാണ് പോകുന്നത്. കാരണം പേരുകൾക്കൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ എനിക്ക് വേറെയും സന്തോഷമുള്ളത് ബാലേന്ദ്രൻ ഉഗ്രമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഒന്ന് ബിക്കോസ് പുള്ളി സ്വന്തമായിട്ട് ചെയ്യുന്നതിൽ പുള്ളിയുടെ സ്റ്റൈലല്ലേ ചെയ്തത്, ഇത് ഡയറക്ടർ വിട്ടില്ല അദ്ദേഹത്തിന്. അല്ല, പുള്ളി പറഞ്ഞു ഇതിന് എനിക്കിതാണ് വേണ്ടതെന്ന് പറഞ്ഞ് വാങ്ങിപ്പിച്ചിട്ടുണ്ട്. ഞാനും മെയിനാണ് മണിയമ്പിള്ളയിലൂടെ എനിക്കൊരു ബ്രേക്ക് തന്നത്. അദ്ദേഹമായിട്ട് കുറേ പടങ്ങളിൽ ഞങ്ങൾ തമ്മിൽ ചിരിയൊക്കെ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ഒരാളായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രിയും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഇപ്പം നിവിൻ്റെ ക്യാരക്ടർ മറ്റ് പടങ്ങളിൽ വ്യത്യസ്തമായിട്ട് വളരെ മെച്ചുവേർഡ് ക്യാരക്ടറാണ്. അങ്ങനെ പെർഫോമൻസ് വേണ്ട കഥാപാത്രമാണ്, അല്ലാതെ ഇളകി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഇത് അങ്ങനെ. പക്ഷെ അത് വളരെ നന്നായിട്ട് ചെയ്യുന്നത്. ഞാൻ ഷൂട്ടിംഗ് സമയത്തേ പറഞ്ഞു, ഡയലോഗ് റെൻഡറിങ് ആയാലും ബോഡി ലാംഗ്വേജ് ആയാലും എല്ലാം. നിങ്ങൾ ഈ ഇവിടെ ഇരിക്കുന്ന ഫ്ലെക്സൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, നമ്മൾ സർവ്വമായിൽ കണ്ട ആളല്ല, ആ മുഖമല്ല. ഇത് വേറെ ഡിഫറെൻറ്റ് പെർഫോമൻസ്. ഇത് വലിയ ആക്ടർ എന്നുള്ള രീതിയിലൊരു മൈൽ സ്റ്റോണാണ്, മൈലേജ് എന്ന് പറയും. നന്നായിട്ട് വരും. എൻ്റെ പേര് രാമകൃഷ്ണൻ എന്നാണ്. ഞാൻ വിശ്വസ്തനായിട്ട് കൂടെ നിൽക്കുന്ന ആളാണ് മുഖ്യമന്ത്രിയുടെ കൂടെ. പിന്നെ അതിന് ശേഷം വരുന്ന സംഭവങ്ങൾക്ക് ഇതിനകത്ത് സത്യസന്ധനായിട്ട് ത്രൂഔട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഏതാണ്ട് 50 ദിവസത്തോളം വർക്ക് ചെയ്തിട്ടില്ല. ഞാനും അതെ, അശോകനും അതെ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ ഒരു സന്തോഷമാണ്, അഭിമാനമായിരുന്നു ഈ ഒരു വേഷം ചെയ്യാൻ കിട്ടിയത്. എനിക്ക് ഞാൻ പറയുന്നത് ഒരു വലിയ ഭാഗ്യം. ഞാൻ വിചാരിച്ചു എന്താണ് ഇങ്ങനെ സംഭവം, പക്ഷേ വളരെ കംഫർട്ടബിളായിരുന്നു. അഭിനയിക്കുമ്പോൾ തന്നെ പുള്ളി ഒന്ന് പറയും ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, രാജേട്ടൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ്. അങ്ങനെയല്ല, ഇതിങ്ങനെയാണ്. ഫുൾ സ്ക്രിപ്റ്റും ഞാൻ തന്നിട്ടില്ല. എൻ്റെ സ്വഭാവമാണ് സൈക്കിൾ എടുക്കുന്നൊക്കെ വിചാരിച്ച് പറയുന്നില്ലായിരുന്നു. അതെ, വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ടൈറ്റിൽ കൂടിയാണ്, എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക്. പിന്നെ എപ്പോഴും വർക്കൗട്ട് ആവുന്ന സംഭവമാണ് 2-3 റിലേഷൻ. ഒന്ന് അച്ഛനും മകനുമായിട്ടുള്ള റിലേഷൻ, പിന്നെ സുഹൃത്ത് ബന്ധത്തിൻ്റെ റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പൊക്കെ ഇതിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു, ഞാൻ പറയില്ല, ഇതിനകത്ത് ഇതൊരു മോഹൻലാലില്ലെന്നേ ഉള്ളൂ, വലിയ സിനിമ. അശോകൻ ചേട്ടൻ പറയൂ ഈ സിനിമേൻ്റെ കുറിച്ചുള്ള ചേട്ടൻ്റെ ഒരു ജേണി. ഈ സിനിമയിൽ ആദ്യം എന്നെ വിളിക്കുന്നത് അരമോഹൻ ചേട്ടനാണ്. വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഉണ്ണിയേട്ടൻ്റെ പടത്തിൽ. അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ണിയേട്ടനെ കണ്ടിട്ടുണ്ട്. അപ്പം എന്നെ അതിലൊരു കുറച്ച് അധികം ദിവസം വേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി നല്ല വേഷമാണല്ലോ എന്നുള്ളത്. വേഷമൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഉണ്ണിയേട്ടനെ ഞാൻ വിളിച്ചു. ഉണ്ണിയേട്ടൻ പറഞ്ഞ് നമുക്ക് തിരിച്ചിരിക്കാം. ഞാൻ ഓഫീസിൽ ചെന്നു. എൻ്റെ ക്യാരക്ടറെ വിളിച്ചൊന്നും പറഞ്ഞു, കഥ പറഞ്ഞില്ല. പേരെന്താ ക്യാരക്ടറിൻ്റെ? പുരുഷോത്തമൻ. അപ്പോൾ എന്നോട് ആ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവവും കാര്യങ്ങളും ഇങ്ങനെ കുറേ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എന്താ എൻ്റെ കഥയും കാര്യങ്ങളും ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ പറയാം, അതൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ടില്ല.
അതാ ഇതുവരെ. അല്ല, പടം ഷൂട്ട് തീരുന്നവരെ കഥ പറഞ്ഞിട്ടില്ല. കാരണം അതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ അനുഭവം. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പൊളിറ്റീഷ്യൻ ചെയ്തിട്ടുണ്ട്. തമാശയായിട്ടുള്ള പൊളിറ്റീഷ്യൻ, വില്ലനായിട്ടുള്ള പൊളിറ്റീഷ്യനൊക്കെ വേറെ പടത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും നല്ല ഒരു ക്യാരക്ടർ എൻ്റെ 40 വർഷത്തെ സിനിമാ ജീവിതത്തിൽ 350 സിനിമ ആകാൻ പോകുന്നു. ഞാൻ ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഞാൻ എൻ്റെ വരെ ചെയ്തിട്ടില്ല. ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു ക്യാരക്ടർ. കാരണം അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു വേഷമാണ് എന്ന് ഉണ്ണിയണ്ണൻ എന്നോട് പറയുന്നു. അവിടെ തുടങ്ങി എൻ്റെ ഉറക്കം പോയി. ഞാൻ പിന്നെ അതിൻ്റെ പിറകെയാണ് സഞ്ചാരം. എന്നിട്ട് എന്നോട് ഞാൻ ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. ആദ്യമേ സീൻ ചെയ്യുമ്പോൾ തന്നെ എല്ലാ ഈശ്വരന്മാരെ വിളിച്ചിട്ടാണ് ഫസ്റ്റ് സീനിൽ ഫസ്റ്റ് ഡയലോഗ് പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞത് ഓക്കെ. അപ്പോഴേക്ക് സംശയമാണ്, ഓക്കെ ആയോ? ഞാൻ എന്തെങ്കിലും മോണിറ്ററിൽ ചേട്ടൻ ഇരിക്കണവിടെ ചെന്നിട്ട് ചോദിക്കും, ചേട്ടാ ഓക്കെയാണ്? ഓക്കെ. ഓക്കെ ആയില്ലേ? ഓക്കെ പറയണതിൽ എനിക്ക് സംശയം. വീണ്ടും ഓരോ ഷോട്ട് എടുക്കുമ്പോഴും ഞാൻ പോയിട്ട് മോണിറ്ററിനോട് പോയി ഇങ്ങനെ കാണും. അപ്പോൾ ഗ്യാങ്ങുണ്ട് എനിക്ക്, വിഷ്ണു അവരും എല്ലാവരും ഷാജിയൊക്കെ ഉണ്ട് ഒരു ഗ്യാങ്. അവരോട് പോയി ചോദിക്കും എങ്ങനെയുണ്ട്? ഓക്കെ ഉണ്ട് ചേട്ടാ, ഓക്കെയാണ്. അപ്പോൾ അത് പിന്നെയും ഞാനിങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇവനും ചോദിച്ചു അച്ഛൻ എന്താ ഡള്ളായിട്ടിരിക്കണേന്ന് വെച്ചു. ഇവൻ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, അച്ഛൻ ചേട്ടൻ എന്തെങ്കിലും ഭയങ്കര പ്രശ്നമുണ്ടോ? ഞാൻ ഈ ക്യാരക്ടറിൽ സത്യമായിട്ട് എൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ അശോകൻ ചേട്ടൻ കാണുമ്പോൾ അശോകൻ ചേട്ടൻ ഈ പറഞ്ഞ പോലെ പിണങ്ങിയിരിക്കണം, എന്നോട് ഇഷ്ടമല്ലാതെ ഇരിക്കണം. ഞാനാണ് തൊട്ടിപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ട്രെയിലർ കണ്ടപ്പോഴാണ് അശോകൻ ചേട്ടൻ ചെയ്ത ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ തന്നെയാണ് ഒട്ടും ബ്രേക്ക് ചെയ്തിട്ടില്ല. ആ സീൻ മാത്രമാണ് ഞാനും അശോകൻ ചേട്ടൻ മാത്രം ഒരുമിച്ച് ചെയ്തുള്ളൂ. അങ്ങനെ പിന്നീട് ഷോട്ട് എടുക്കാൻ നേരത്ത് ഓക്കെ എന്ന് പറഞ്ഞ് കുറേ ദിവസം ഇങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സംശയമായി, ഞാൻ പുരുഷോത്തമനായോ? അല്ല, ഫസ്റ്റ് ടേക്ക് ഓക്കെ എന്ന് പറഞ്ഞ ചെറിയ കഥയുണ്ട് പഴയത്, അത് ഞാൻ പറയുന്നില്ല ഇപ്പോൾ. എന്തെടുത്താലും ഫസ്റ്റ് ടേക്ക് ഓക്കെ ഒരു ആർട്ടിസ്റ്റ്. അപ്പൊ അയാളിൽ നിന്ന് അതേ കിട്ടുള്ളൂ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ആ കാറ്റഗറി പെട്ടോന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഇതല്ല ഇമ്പ്രൂവ്മെന്റ്. പിന്നത്തെ തുടങ്ങിയിട്ട് ഒരു സാധനം ചെയ്തൊരു ഇത്തിരി രസമായിട്ടൊരു സാധനം പറഞ്ഞ് അത് ചെയ്യാൻ പറഞ്ഞപ്പോൾ വെരി ഗുഡ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ എന്തെങ്കിലും പറഞ്ഞു, ഇല്ല ഓക്കെ വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അതിൻ്റെ അകത്ത് ഒരു സീൻ എടുത്തപ്പോൾ ആ സീനെ കുറിച്ച് പറഞ്ഞു. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേറെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു സീൻ എടുത്തു. ആ സീൻ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് മുമ്പ് നമ്മൾ വേറൊരു സീൻ എടുത്തില്ലേ, ആ സീൻ ഇതിന് ശേഷം വരുന്ന സീനാണ്. അത് ഞാൻ പറഞ്ഞില്ല, പറയാതിരുന്നതാണ്. കാരണം അപ്പോൾ കിട്ടുന്ന ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ വേറെ ആയിരിക്കും. ഇത് ചെയ്ത് ഇങ്ങനെ ചെയ്താണ്. അങ്ങനെ ഓരോന്നിങ്ങനെ നോൺ ലീനിയർ ആയിട്ടൊക്കെ സീൻ എടുത്തു. അദ്ദേഹത്തിന്റെ സംഗീതം ഭയങ്കര പ്ലാൻഡ് ആയിട്ട് ഒരു എക്സിക്യൂഷൻ ആയിരുന്നു അല്ലേ? അതിന്റെ ഒരു വ്യത്യാസമൊക്കെ ശരിക്കും ചെയ്യാൻ പറ്റും നമുക്ക് ഇതിൻ്റെ അകത്ത്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഇതൊരു വലിയ സിനിമയാണെന്ന് മാത്രമല്ല, ഇതൊരു നല്ല സിനിമയായിരിക്കും 100% എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇവരെടുത്ത് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് നിങ്ങൾക്കൊക്കെ, ഒരു നല്ല സിനിമ ചെയ്തതിന്റെ. വിഷ്ണു, ലെറ്റ് മീ കം ടു യു. ഇതിലൊരു മീഡിയ അല്ലേ, മീഡിയ പേഴ്സണാലിറ്റിയാണ്. ഇപ്പോൾ പൊളിറ്റിക്സ്, ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ തന്നെ മീഡിയയും സോഷ്യൽ മീഡിയയും ഇമ്പോർട്ടൻസ് അവിടെ വളരെ വലുതാണ്. എസ്പെഷ്യലി ഇമേജ് എന്ന് പറയുമ്പോൾ അല്ലെ, പ്രതിച്ഛായ എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്താണ് താങ്കളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഈ ഒരു സിനിമയിൽ? എങ്ങനെയാണ് ഈ മീഡിയ ഇതിൽ എൻ്റർ ആവുന്നത്? ഇതിൽ അരവിന്ദൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. മീഡിയ പേഴ്സണാണ്. ഉറപ്പായിട്ടും പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ ഒരു കഥ പറയുമ്പോൾ ജേർണലിസ്റ്റ്, പോലീസ്, ഇങ്ങനെ സിസ്റ്റം എല്ലാം വേണ്ടി വരുമല്ലോ. അപ്പോൾ അതിലെ ആ ഭാഗമാണ് ഞാൻ ജേർണലിസ്റ്റും ഉണ്ടല്ലോ നമുക്ക്. അപ്പം അതാണ്. പിന്നെ നേരത്തെ ഷറഫ് പറഞ്ഞ പോലെ മറ്റേ വിഷം പച്ചക്കറി അത് മാർക്കറ്റ് ചെയ്യുന്ന അവൻ അപ്പോഴേ ആലോചിച്ച് വെച്ചവൻ. ഇതാണ് ഞാൻ. വെരി ഗുഡ്, വെൽ സെഡ്. അതാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ വാട്ട് ഡു യു തിങ്ക്, അത് ഇപ്പൊ ഈ റോൾ പ്ലേ ചെയ്തല്ലോ ഇങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റില്, ഈ കോർപ്പറേറ്റും മീഡിയയും ഒക്കെ വന്ന് ഇത് കുളമാക്കുകയല്ലേ സത്യം പറഞ്ഞ? എന്ത് തോന്നുന്നു ഫ്രം യുവർ എക്സ്പീരിയൻസ് ഓഫ് ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ? എന്താണ് ഒരു കോർപ്പറേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമ്പോഴും ഇതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഒരു കോർപ്പറേറ്റ് ടീം വന്നിട്ട് അവരുടെ സ്ഥിരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്ലാൻ, അങ്ങനെയല്ല, കൃത്യമായി ക്യാരക്ടേഴ്സ് ഉണ്ട്, അവർക്ക് പ്ലാൻ ഉണ്ട്.
ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്താ പറയുക, നിവിൻ്റെ ക്യാരക്ടറിനോടോ അല്ലെങ്കിൽ ബാലേന്ദ്രമേനോൻ സാറിൻ്റെ ക്യാരക്ടറിനോടും വളരെ ഇതായിട്ടുള്ളൊരു റിലേഷൻ ഉള്ളതാണ്. ഓ, ഹിസ്റ്ററി അതല്ലാതെ ഞങ്ങളൊരു പ്രത്യേക ഒരു ബിസിനസ് സംരംഭമായിട്ട് അങ്ങനെയല്ല. അത് ഹിസ്റ്ററി there, അതെ, relationship ഞങ്ങൾ ഉണ്ട്. അതെ ബന്ധങ്ങളാണ് ഇതിന് സെൻട്രൽ. അതാണ്. ഓക്കെ, ഐ മീൻ എല്ലാവരുടെ ആക്ടുകൾക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റീസൺ ഉണ്ട്. ഐ മീൻ ഫൗണ്ടേഷൻ സൂപ്പർ ആണ്. ഐ തിങ്ക് അതിന്റെ ഒരു കോൺഫിഡൻസ് നിങ്ങൾ എല്ലാവരിലും ഉണ്ട്. ബിക്കോസ് അല്ലെങ്കിൽ അത് ഈ ബന്ധമില്ലാതായി പോകും അല്ലെ, റിലേഷൻ ഇല്ലാതായി പോകും. ആ റിലേഷന്റെ സെറ്റിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പം ഈ മീഡിയ ഇതിലേക്ക് വരുമ്പം വാട്ട് ഹാപ്പൻസ്, വാട്ട് ഈസ് യുവർ ഇൻപുട്ട് ഇൻ ടു ദിസ് എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രത്തിൽ എങ്ങനെയായിരുന്നു? അല്ല, ബേസിക്കലി എന്നോട് ഇതിപ്പം ഒരു ഗ്രേ ഷെയ്ഡാണോ ഡാർക്ക് ഷെയ്ഡാണോ എന്ത് വൈറ്റ് shade ആണോ ഒന്നും പറഞ്ഞല്ല. അയാളുടെ ജോലി ചെയ്യുന്നു, അയാൾ മാർക്കറ്റ് ചെയ്യുന്നു. ഇത് ഇവിടെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന എന്താണോ അത് പുറത്തേക്ക് വിടാൻ നോക്കുന്ന ഒരാൾ. അത്രേ ഉള്ളൂ. അയാളുടെ കൂടെയുള്ള ജേർണലിസ്റ്റ് ആണ്. So tell me about your character. എൻ്റെ ക്യാരക്ടറിന്റെ പേര് എലിസബത്ത് ജേക്കബ് എന്ന് പറയുന്ന വിഷ്ണുചാറിന്റെ അതേ ടീമിലുള്ള ഒരു ജേർണലിസ്റ്റ് ആണ്. ഇതേപോലെ മാർക്കറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ജേർണലിസ്റ്റ് ആണ്. ഈ പറഞ്ഞ ഉണ്ണി സാർ എന്നോടും ഒന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു സെറ്റിൽ വന്നപ്പോ എനിക്ക് മാത്രമേ അറിയാത്തേ ഉള്ളൂ. പിന്നെ ആർക്കും അറിയില്ല എന്ന് മനസ്സിലായി. അപ്പം ഓരോ ഇത് ചെയ്യുമ്പോ എനിക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു. നിങ്ങൾ ഇനി സിനിമ കാണണം. അതെ, ഫുള്ള് കണ്ടാലാണ് എന്താ കഥ എന്താണെന്ന് അറിയാൻ. അതെ, ഫുള്ള് കണ്ട് ഓരോന്നും ചെയ്യുമ്പോഴാണ് എന്താന്നുള്ളത് ഒരു ഐഡിയ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരുപാട് സന്തോഷം. ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇത്രയും വലിയൊരു കാസ്റ്റും ക്രൂ ഉള്ള ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്തായിരുന്നു? ഇത്രയും വലിയ ഒരു ടീം, അതായിരുന്നു ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം. ഉണ്ണി സാറിനെ പോലെ ഡയറക്ടർ, ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ, ഇത്രയും നല്ല ക്രൂ, എല്ലാം അതന്നെയായിരുന്നു ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം. മേഘ, ടെൽ മീ യുവർ റോൾ. മേഘയുടെ ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന ഒരു പോലീസിന്റെ ക്യാരക്ടർ താര വിജയൻ. അതെ, സോ അതാണ് ഞാൻ ചെയ്യുന്നത്. പോലീസ് ചെയ്യുന്ന എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ്. അതെ, നല്ല പോലീസായിട്ട് ഞാൻ. നല്ല പോലീസാണോ? അതെ. എന്താണ് ഈ നല്ല ചീത്ത എന്ന് പറഞ്ഞ വലിയൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എന്നാ വരും. എങ്ങനത്തെ പോലീസാ? നല്ല പോലീസാ. നല്ല പോലീസാ. 26-ാം തീയതി അറിയാം. നല്ല മോശമാണ്. 26-ാം തീയതി അറിയാൻ പറ്റും. നല്ല ഈ ഒരു സിനിമ നമ്മുടെ ഓഡിയൻസിലേക്ക് പോകുമ്പോൾ അവരെന്ത് പ്രതീക്ഷിച്ചാണ് ഇത് കാണേണ്ടത്? ലൈക്ക് വാട്ട് ഇസ്, എന്താണ് എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു ഫാമിലി ഫിലിം പ്രതീക്ഷിച്ച് വന്നാൽ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ നിരാശപ്പെടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ യൂഷ്വലി നമ്മൾ സിനിമ ചെയ്യുമ്പോൾ എപ്പോഴും ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്സ് നന്നായിട്ട് വരും. ഇപ്പോൾ പറയുകയാണെങ്കിൽ അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് നന്നായിട്ട് വരും. പക്ഷേ ബാക്കി എല്ലാവരും ക്യാരക്ടേഴ്സായിട്ട് നിൽക്കുള്ളൂ. അവരുടെ റിലേഷൻഷിപ്സിന് അധികം വാല്യൂ കൊടുക്കില്ല റൈറ്റിങ്ങിൽ. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നു എല്ലാ റിലേഷൻഷിപ്സിനും നന്നായിട്ട് വാല്യൂ കൊടുത്താണ് സാർ എഴുതിയിരിക്കുന്നത്. ഇത് അച്ഛൻ മകനാണെങ്കിലും ബ്രദേഴ്സ് തമ്മിലാണെങ്കിലും ഹസ്ബൻഡ് വൈഫാണെങ്കിലും പിന്നീട് അമ്മയുടെ ക്യാരക്ടർ ശക്തമായിട്ട് വരുന്നുണ്ട് സിനിമയ്ക്കകത്ത്. ഷറഫിൻ്റെ ക്യാരക്ടറാണെങ്കിലും എല്ലാ റിലേഷൻഷിപ്സും ഭയങ്കര നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനൊരു സ്ക്രിപ്റ്റിലൊക്കെ കേൾക്കുന്നത്. അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നതാണ് വിശ്വസിക്കുന്നത്. എന്താ തോന്നുന്നു? ആൾക്കാരെ കാണുമ്പം എന്തായിരിക്കും അവർ ഇതിൽ നിന്നും ഇപ്പൊ ഇതിനൊരു കൺക്ലൂഷൻ ഉണ്ടല്ലോ ഈ സിനിമയ്ക്ക്. അപ്പം അതിൽ എന്തായിരിക്കും അവർ തിരിച്ചു പോകുമ്പോ? നിവിൻ പറഞ്ഞല്ലോ, ഒരു നിവിൻ്റെ ഒരു ഇതിലുള്ളൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കരുതി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിച്ച് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ മനുഷ്യരെ കുറിച്ച് അതിലെല്ലാം ചിലപ്പോൾ ഒരു മാറിയിട്ടുള്ളൊരു എന്താ പറയുക, അതൊരു വീണ്ടും വിചാരങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫീലായിരിക്കും, അയ്യോ അങ്ങനെയൊക്കെ തോന്നും, അങ്ങനെ ഒരു ഫീല് വരാം അല്ലേ. അത് പൊതുവേ ഈ അത് ഒരാളോട് നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ കണക്ട് വരാൻ ചാൻസ് ഉണ്ട്. ഏതാണ്? ഒരു മനുഷ്യനോട്. അതിൽ ഇത്രയും മനുഷ്യരിൽ നിന്നും ഒരു മനുഷ്യനോട്. ബട്ട് ഐ തിങ്ക് ഈ എസ്പെഷ്യലി ബിക്കോസ് പോളിറ്റിക്സ് ആണ് ബാക്ക്ഗ്രൗണ്ട്. ഈ പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും കുറച്ച് എല്ലാവരും നമ്മൾ പുച്ഛിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് തോന്നിയതാ കേട്ടോ, ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ് പോളിറ്റിക്സ് ഒരു സമൂഹത്തിൽ. പക്ഷേ എന്തുകൊണ്ടോ അത് വീടുകളിലേക്ക് എത്തുമ്പം ഒന്നെങ്കിൽ വികാരം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വികാരങ്ങളാണ് പോളിറ്റിക്സ് എന്ന് പറയുമ്പം. അപ്പോൾ ആ ഒരു പോളിറ്റിക്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നടത്തുമ്പം ഈ പൊളിറ്റീഷ്യൻസിനെ കുറിച്ച്, റിയൽ ലൈഫ് പൊളിറ്റീഷ്യൻസിനെ കുറിച്ച് നമ്മൾ ആരും അവരുടെ പ്രൈവറ്റ് ലൈഫിനെ കുറിച്ച് ചിന്തിക്കാറില്ല. ആ പ്രൈവറ്റ് ലൈഫിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ പ്രതിച്ഛായ എന്ന് പറയുന്നത്. ഇങ്ങനെ ആവാം, അതാണോ? 26 ഇവിടെ വേറൊരു കുട്ടി കൂടി ഇരിപ്പുണ്ടല്ലോ. ഹൂ ഇസ് ദാറ്റ് കുട്ടി?
മോളുടെ പേരെന്താ? ഫൈസ. ഫൈസ. ഫൈസ ആരാ ഇതില്? ആനഗസ്റ്റിന്റെ മോനായിട്ട്. അമ്മ എവിടെ? അറിയില്ല. എനിക്കറിയില്ല അമ്മ എവിടെ പോയെന്ന് അറിയാത്ത മത്സരല്ല, ഞങ്ങൾ നോക്കിക്കോളാം. എങ്ങനെയുണ്ടായിരുന്നു മോൾക്ക് സിനിമ? നല്ലായിരുന്നു. ഫസ്റ്റ് ഫിലിം ആണോ? ഇല്ല, വേറെ ഏതൊക്കെ ചെയ്തിട്ടുണ്ട്? ഞാൻ ആദ്യം ചെയ്തത് അതിരന, എന്നിട്ട് പാച്ചുവൽബുധവളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് റാം ചെയ്തിട്ടുണ്ട്, എന്നിട്ട് കൊണ്ടൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ചെയ്യുന്ന ഏതാ കഴിഞ്ഞത്? ഇത് ഇതിന്റെ പേരെന്താ സിനിമയുടെ? പ്രതിച്ഛായ. മീനിങ് അറിയാമോ? ഇല്ല. പ്രതിച്ഛായയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇമേജ്. ഈ കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ കാണില്ലേ റിഫ്ലക്ഷൻ, അതുപോലെ. ഓക്കെ, ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തായിരുന്നു? ഇഷ്ടപ്പെട്ട ആക്ടേഴ്സാ. അതിൽ ഏറ്റവും ഫേവറേറ്റ് ഉണ്ടോ? എല്ലാരും ഒരുപോലെയാണോ ഇഷ്ടം? അവളെ പോലെ എല്ലാവരും ഒരുപോലെ ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ നേരത്തെ വൈശാഖ് ചേട്ടൻ്റെ ചോദിക്കുമായിരുന്നു. നമുക്ക് ചേട്ടൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കാം. ഈ സിനിമ ഹൗ വാസ് ഇറ്റ് ഫോർ യു? എന്തായിരുന്നു യുവർ ജേർണി? ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. ഞാൻ ഉണ്ണി സാറിനോട് ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ്. സോ ആദ്യം ചെയ്ത സിനിമയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്യുന്നത്. ക്യാരക്ടറിൻ്റെ പേര് തന്നെ കുറച്ച് ഔട്ട്. ഇഷാൻ തേജസ് എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അതെ അതെ. നേരത്തെ ഷറഫും വിഷ്ണുവും പറഞ്ഞ പോലെ കുറച്ച് നെഫേരിയസ് ആയിട്ട് വരുന്നൊരു സോണിൽ വരുന്നൊരു ക്യാരക്ടറാണ്. എന്നാൽ ഐ ഗെസ് അയാൾക്ക് അയാളുടേതായ ഒരു ഇൻഡിപെൻഡൻറ്റ് ജേർണി ഉണ്ട്. അത് ഈ സ്റ്റോറിയിലൊന്ന് ഓവർലാപ്പ് ചെയ്യുന്ന പോലെ വരുന്നൊരു ക്യാരക്ടറാണ്. ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ വിത്ത് ഇറ്റ് ആൻഡ് ഇറ്റ് വാസ് ഫൺ ടു വർക്ക് വിത്ത് ഷറഫ് ആൻഡ് നിവിൻ ആൻഡ് ഓൾ. ഞാൻ നാടകമൊക്കെ ചെയ്ത് നടന്നിരുന്നൊരു സമയത്താണ് സിനിമ വല്ലപ്പോഴൊക്കെ ചെയ്യണം എന്നിങ്ങനെ ആഗ്രഹിച്ച് വന്നിരുന്ന സമയത്ത് ഇവരുടെയൊക്കെ സിനിമകളൊക്കെ കണ്ട് എക്സൈറ്റഡ് ആയിട്ട് ആണ് അങ്ങനെ ഒരു ഡിസിഷനൊക്കെ എടുത്തത്. സോ അപ്പം ഇറ്റ് വാസ് ലോട്ട് ഓഫ് ഫൺ. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയിൽ ഇതിലിപ്പം നിങ്ങൾ പറഞ്ഞു എല്ലാ ക്യാരക്ടറിനും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ദിസ് ഇസ് ടു എവറിബഡി. ഈ കൂട്ടത്തിൽ പോളിറ്റിക്സ്, ശരിക്കുമുള്ള പോളിറ്റിക്സിൽ സർവൈവ് ചെയ്യാൻ ആപ്റ്റ് ആയിട്ടുള്ള ആളാരാ ഈ കൂട്ടത്തിൽ? എന്തുകൊണ്ട്? ഉത്തരം എന്താ? ഷറഫിന് ഭയങ്കര പൊളിറ്റിക്കൽ സ്റ്റാൻഡുള്ള ആളാണ്. പൊളിറ്റിക്കൽ ആയിട്ട് നല്ല ധാരണയുള്ള ആളാണ്. എല്ലാത്തിനെ കുറിച്ച് നല്ല വിവരമുണ്ട്. അതൊരു കറണ്ട് പൊളിറ്റിക്സ് മാത്രമല്ല, നാഷണൽ ആണെങ്കിലും ഇന്റർനാഷണൽ ആണെങ്കിലും ഷറഫിന് കൃത്യമായിട്ട് അറിയാം. സാർ ഉണ്ണി സാർ വരൂ, വരൂ വരൂ. ഷറഫിനെ കുറിച്ച് ഡിഡ് യു ഹിയർ? പറയണൊക്കെ കേട്ടോ? ഒന്നും കേട്ടില്ല. ഒന്ന് നമ്മളുടെ പ്രതിച്ഛായയുടെ സംവിധായകൻ, എഴുത്തുകാരൻ ഉണ്ണികൃഷ്ണൻ, ഉണ്ണിച്ചേട്ടനാണ്. ഉണ്ണിച്ചേട്ടാ, ഇവരെല്ലാവരും പറഞ്ഞ ആദ്യത്തെ കാര്യം ഇവരുടെ അടുത്ത് ആരുടെടുത്തും സ്ക്രിപ്റ്റ് പറഞ്ഞില്ല എന്നാണ്. എന്തുകൊണ്ട് പറഞ്ഞില്ല? അതെ, ഞാൻ പറഞ്ഞിട്ടില്ല. ഇയാളത് പറഞ്ഞല്ലേ? അത് തൊട്ടടുത്തിരിക്കുന്ന ആള് വളരെ എന്തിനു വേണ്ടിയാണ് അങ്ങനെ മാത്രം പറഞ്ഞെന്നുള്ളത് സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട്, അത് ഓരോ സീൻ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി. അത് നല്ല ഒരു രീതിയാണത്. അതുകൊണ്ട് കുറച്ച് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഹി വാസ് വെരി ഹാപ്പി. ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർക്കുള്ളിലൊക്കെ നല്ലൊരു സിനിമ ചെയ്തു ഒരു ഫീലിംഗ് ഉണ്ട്. രാജുചേട്ടൻ പറഞ്ഞത് ചേട്ടൻ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ സിനിമ ഇതാണ് എന്നാണ്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ കൂടത്തല്ലേ ഉള്ളൂ. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ എന്താണ്? എൻ്റെ കൂടെ വർക്ക് ചെയ്തവർ ഹാപ്പിയാണെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. പിന്നെ സിനിമ അൾട്ടിമേറ്റ്ലി തിയേറ്ററിൽ വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. അതെ, അത് ഈ മാർച്ച് 26 വരും. ഞാൻ കുറെ ചെകഞ്ഞു നോക്കി ചേട്ടാ, ആരും ഒന്നും പറഞ്ഞില്ല. ഷറഫ് പറഞ്ഞു ഇതൊരു പച്ചക്കറി തോട്ടമല്ല, പച്ചക്കറി വിൽക്കുന്ന ആൾക്കാരാണ്, വിഷപ്പച്ചക്കറിയാണ് വിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഫുൾ കൺഫ്യൂഷൻ ആക്കി കളഞ്ഞിരിക്കുക തന്നെ. അത് മാർക്കറ്റ് ചെയ്യുന്നവനാണ് വിഷ്ണു. വലിയ പ്രത്യേകത ഉള്ളത് വൈശാഖ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും എൻ്റെ കൂടെ ആദ്യമായിട്ട്. ഓ റിയലി? ഹി സെഡ് രണ്ടാമത്തെ സിനിമയാണ്. ബാക്കി എല്ലാവരും ഞാനുമായിട്ട് ആദ്യമായിട്ടാണ്. അത് ഈ സ്ക്രിപ്റ്റ് ഇവര് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഇവരെ കൂടെ 40+ ഇയേഴ്സ് അല്ലേ? രാജേഷിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ക്യാരക്ടർ കണ്ടു പെട്ടെന്ന് തന്നെ ഇവരാണോ മനസ്സിൽ വന്നേ? പുരുഷോത്തമൻ ആൻഡ് രാമകൃഷ്ണൻ. അതെ, രണ്ടുപേര്. അവര് എനിക്ക് തോന്നുന്നു അവര് ഇതുവരെ അങ്ങനെ അല്ലേ, അങ്ങനെ ഒരു എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ മാത്രം പറഞ്ഞു. ഒരു ദിവസം ഒരു വെരി ഗുഡും കൂടെ പറഞ്ഞു. അപ്പൊ ഹി വാസ് സോ ഹാപ്പി, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫസ്റ്റ് ടേക്കിൽ എപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പം അത് അത്രേ ഉള്ളൂ. അല്ല, അവർക്ക് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സ് അല്ലേ, അവർക്ക്. പക്ഷെ സത്യം പറയുമ്പോൾ സംസാരിക്കുമ്പോൾ അവരങ്ങനെയല്ല. ഈ സിനിമയാണ് ലൈഫിൽ ഏറ്റവും അങ്ങനെയൊക്കെ അവർ പറയുന്നത്. സോ ഐ തിങ്ക് അത് അതുകൊണ്ടല്ല, സത്യമായിട്ടും തുറന്നു പറഞ്ഞാൽ. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ലൈഫിൽ ചെയ്തിട്ടില്ല.
സത്യമുണ്ട്. നിവിനോ, നിവിന്റെ ഈ ഒരു ക്യാരക്ടർ ഇതൊരു ഹീറോ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുമോ, അതോ ഡിഫറെന്റ് എല്ലാവർക്കും ഒരു വലിയ കഥാപാത്രം ഉണ്ടല്ലോ ഇതില്? അതായത് യൂഷ്വൽ സിനിമയിൽ ഒരു നായകൻ വില്ലൻ, നായകൻ വൈറ്റ് ഇതായിരിക്കും, വില്ലൻ ഒരു ബ്ലാക്ക്, അങ്ങനെയാണല്ലോ നമ്മളിപ്പോഴും കാണാം. പക്ഷെ ഇതിലെല്ലാവരും ഗ്രേ ആണ്. നായകനും ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട്, വില്ലൻ എൻറ്റയർലി വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, അയാൾ ഒരു ഗ്രേ ഷെയ്ഡാണ്. അയാളുടെ ഉള്ളിലൊരു നായകനുണ്ട്, സിറ്റുവേഷൻ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ ഇത് ആരാണ് ശരി, ആരുടെ ഭാഗത്താണ് നമ്മൾ നിൽക്കേണ്ടതെന്നെല്ലാം ഒരുപക്ഷെ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നാം. അതൊരു റൈറ്റിങ്ങിൽ വരുന്നൊരു കാര്യമാണ്. യൂഷ്വൽ സിനിമയിൽ വില്ലൻ എന്ന് പറയുമ്പോൾ നമുക്കറിയോ ഇതൊക്കെയാണ്, ഇങ്ങനെയാണ് അയാൾ, ഒരു രീതിയാണ്. പക്ഷെ ഇതിൽ വില്ലനിലൊരു നായകനുണ്ട്. അതാണ് അതിനകത്ത് രസം എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം, വില്ലനിലൊരു നായകനുണ്ട്. ഐ തിങ്ക് അതൊരു റൈറ്റിംഗിൽ അദ്ദേഹം കൊണ്ടുവന്നൊരു സംഭവമാണ്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ ഇങ്ങനത്തെ ഒരു പ്രമിസ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലേ? പൊളിറ്റിക്കൽ പവർ സ്ട്രഗിൾ, മൊറാലിറ്റി, ഇമോഷൻസ് എല്ലാം കൂടെ, ദാറ്റ് ഈസ് ഒരു പാഷൻ. ഇഷ്ടമാണെങ്കിലും ഞാൻ ഇപ്പോൾ ഇവരെല്ലാം പറഞ്ഞ പോലെ ബേസിക്കലി ഒരു റിലേഷൻഷിപ്പ് ഡ്രാമയാണ്. പൊളിറ്റിക്സ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ്. നമ്മൾ കഴിഞ്ഞ ഒരു സ്ഥലത്ത് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന എല്ലാ വലിയ രാഷ്ട്രീയ നേതാക്കൾക്കും ഒരു സ്വകാര്യ ജീവിതമുണ്ട്, ഫാമിലി ഉണ്ട്. അവരുടെ ഓരോ ദിവസത്തെ പ്രവർത്തനത്തിൻ്റെ ഇമ്പാക്റ്റ് അവരുടെ വീട്ടിലുള്ളവരുടെ സ്വാഭാവികമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു തോട്ടാണ് ഈ സിനിമയുടെ ഏറ്റവും കാതലായ തോട്ടം എന്ന് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ വെരി ഫോർച്ചുനേറ്റ്, ഇങ്ങനെ ഇത്രയും നല്ല, ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരാളെ പരിചയപ്പെടുത്തുന്നത് സിനിമ. എനിക്കറിയില്ലായിരുന്നു ആക്ച്വലി ഫസ്റ്റ് ഫിലിമാണ്, ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. എന്തായാലും ഡെഫിനറ്റ്ലി ഒരു ഫീമെയിൽ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞ നിലയിൽ ആദ്യമായിട്ടാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇപ്പം ഇല്ല, എന്തോ ബാലേന്ദ്രൻ ഇല്ല, അത് ഭയങ്കര ഒരു അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ബേസിക്കലി അത് മറ്റാരുടെയും സിനിമ പോലെ അദ്ദേഹത്തിൻ്റെ സിനിമയാണ്, ഒരുപടി മുകളിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം, അത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കഥാപാത്രം വളരെ കൃത്യമായിട്ട് ചെയ്ത ഒരാളാണ് ആന ഗസ്റ്റ്. അവർക്ക് ഇവിടെ എത്തിച്ചേരാൻ. അപ്പോൾ അവർ അങ്ങനെ ഒരുപാട് ബ്രില്യൻറ്റ് ആക്ടേഴ്സ് അഭിനയിച്ചു. പിന്നെ എൻ്റെ ടെക്നിക്കൽ ക്രൂ, ദേ ആർ ഓൾസോ വെരി ബ്രില്യൻറ്റ്. സിനിമാറ്റോഗ്രാഫർ ചന്ദ്രു ആൻഡ് എഡിറ്റർ മനോജ്, മ്യൂസിക് ജസ്റ്റിൻ ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ആർട്ട് ഡയറക്ഷൻ ഷാജിയും അജിയും ചെയ്തിരിക്കുന്നത്, കോസ്റ്റ്യൂംസ് ചെയ്തിരിക്കുന്നത് സിജി, എല്ലാവരും ഭയങ്കര ഗംഭീരമായിട്ട് ഇതിനകത്ത് ഇൻപുട്ട്. മൈ ടീം, എൻ്റെ കൂടെയുള്ള ടീം, ഐ ബിലീവ് ദേ ആർ ദ ബെസ്റ്റ്. വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ? ഒരു ഡയറക്ടർ അങ്ങനെ എക്സ്പെക്ടേഷൻ ഇല്ല, വി ഹാവ് ഡൺ അവർ ബിറ്റ്, നമ്മൾ ചെയ്തു. ആ വർക്കിൽ ഞാൻ ഓക്കെയാണ്. പക്ഷേ ഇത് വ്യാഴാഴ്ചയാണ് ഇത് ആളുകളിലേക്ക് എത്തോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നത്. അത് ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്കറിയാം. അൾട്ടിമേറ്റ്ലി ആളുകൾക്ക് ഇഷ്ടപ്പെടണം. നമ്മൾ എന്തെല്ലാം എഫേർട്ട് എടുത്തു, എത്ര പണം ചിലവാക്കി, എത്ര ക്ലേശം, അതൊന്നും ആളുകൾക്ക് അറിയേണ്ട കാര്യമില്ല. അൾട്ടിമേറ്റ്ലി അവർ 2.5 മണിക്കൂർ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം അവർക്ക് അറിഞ്ഞാൽ മതി. അപ്പോൾ അത് നമുക്കറിയാം. അത് മാത്രമല്ല we have to talk about the producers as well, അല്ലേ? അത് ഈ പടത്തിൻ്റെ ഒരു പ്രൊഡ്യൂസറാണ് ഞാൻ. എൻ്റെ കമ്പനി ഈ പടത്തിൻ്റെ 50% പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വെരി ഗ്രേറ്റ്ഫുൾ ടു ഗോകുലം ഗോപാലൻ ചേട്ടൻ ആൻഡ് ശ്രീ ഗോകുലം മൂവീസ്. അവരാണ് കൃഷ്ണമൂർത്തി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. അവരാണ് നമ്മളുടെ കൂടെ നിന്ന് ഇതിൻ്റെ 50% ചെയ്യുന്നത്. ഭയങ്കര ബാക്കിംഗ് ആയിരുന്നു. അവരും കൂടി ഇല്ലെങ്കിൽ, അതുപോലത്തെ ഒരു വലിയ ബാനറും കൂടി ഇല്ലെങ്കിൽ എനിക്ക് ഇത്രയും വലിയൊരു പടം പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ബിഗ് ഫിലിം. ഒരുപാട് ലൊക്കേഷൻസ് കവർ ചെയ്താണ്, ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് ക്രൗഡ്. ഇപ്പം ഞങ്ങൾ പറഞ്ഞു കാണുമല്ലേ, നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഷൂട്ട് ചെയ്ത് 16,000 പേരെ വെച്ച് നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ 6,000 പേരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തു, ഒരു രാവിലെ മുതൽ ഉച്ച വരെ. സോ അതെല്ലാം മണാലിയിലും ഷൂട്ട്സ് ഉണ്ടായിരുന്നു. നേപ്പാൾ ഷൂട്ട് ചെയ്തു ഞങ്ങൾ. മണാലി എന്നുള്ള കട്ടിയാണേ, ആരോ മണാലി എന്നാ പറഞ്ഞത്. നേപ്പാളിലൊക്കെ ഷൂട്ട് ചെയ്തു. നേപ്പാൾ ഷൂട്ട് ചെയ്തു, സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഷൂട്ട് ചെയ്തു. എവിടെ? സെന്റ് പീറ്റേഴ്സ്ബർഗിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ലൊക്കേഷൻസ് നമ്മൾ കവർ ചെയ്തതാണ്.
ഇതാ 2 കുട്ടികൾ അവരൊക്കെ നല്ല ബ്രില്യൻ്റ് ആക്ടേഴ്സാണ്. ഷി വാസ് ടെല്ലിങ് മീ കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പുതിയ ഫിലിം. ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? നിങ്ങളൊക്കെ ഭയങ്കര ഹാപ്പി അല്ലേ? ഓക്കെ, ഇനി ഞാൻ ക്വിക്ക്ലി ഒരു ചോദ്യം എല്ലാവരോടും ചോദിക്കാം. മൈക്ക് പാസ് ചെയ്ത് പൊക്കോ കേട്ടോ. ഈ ഒരു കോണ്ടെക്സ്റ്റ് ആയതുകൊണ്ടാണ്. ഈ അശ്വൻ ചേട്ടാ, പവർ ഓർ പീസ്? പവർ ആണോ കൂടുതൽ ഇഷ്ടം, പീസ് ആണോ? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഒരെണ്ണം കൂടുതൽ പീസ്. ഓക്കെ, നിവിൻ, ട്രൂത്ത്, സത്യം ഓർ ലോയൽറ്റി? Tough one, I know. രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും ഒരു ചോയ്സ് വന്നാൽ കൂടെ നിൽക്കുമോ? ലോയൽറ്റി. ലോയൽറ്റി കൂടെ നിൽക്കും. ഫാമിലി ഓർ റെപ്യൂട്ടേഷൻ? ഫാമിലി. രാജര, ഇമേജ് ഓർ റിയാലിറ്റി? ഇമേജ് പ്രതിച്ഛായ ഓർ റിയാലിറ്റി? റിയാലിറ്റി. ലോജിക് ഓർ ഇമോഷൻ? ലോജിക്. ആണോ? വെൽ ഡൺ. ഇവരുടെ അടുത്ത് ചോദിക്കണോ? കൊച്ചുങ്ങളല്ലേ, നമുക്ക് പാസ് ചെയ്ത് ചേട്ടൻ്റെ അടുത്ത് പോവാം. ഓക്കെ, സൈലൻസ് ഓർ കോൺഫ്രണ്ടേഷൻ? മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ ഇതെല്ലാരും ഓട്ടോമാറ്റിക്കലി വന്ന് വീണ് പോയതാ. കൺഫ്രണ്ടേഷൻ ഒട്ടും അല്ല അല്ലേ? ഞങ്ങൾ നേരത്തെ ഇതിനെ കുറിച്ച് ഒരു ചർച്ച കഴിഞ്ഞതാ. കറക്റ്റായിട്ട് വന്ന് വീണു. വിഷ്ണു, പ്രൊട്ടക്ട് യുവർ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുക അതോ സത്യം എക്സ്പോസ് ചെയ്യുക? അപ്പൊ ഫാമിലി സത്യത്തിന്റെ വെളിയിലായില്ലേ? അതെ ദൃശ്യമാണ് ചോദിക്കുന്നത്. അതെ. ഓ അല്ലേ? പ്രൊട്ടക്ട് യുവർ ഫാമിലി ഓർ എക്സ്പോസ് ദ ട്രൂത്ത്? സത്യം വേറെ എന്തെങ്കിലും കയ്യിലുണ്ടോ? ഇതിന് ആൻസർ പറഞ്ഞു തന്നെ വൈശാഖിന് എടുത്ത് കൊടുക്കാം. പറടാ, മീഡിയയിലല്ലേ, കള്ളം പറ. Protect your family. Okay, done. Public image ആണോ കൂടുതൽ ഇഷ്ടം ഓർ പ്രൈവറ്റ് ട്രൂത്ത്? പ്രൈവറ്റ് ട്രൂത്ത്. പേടി, ഫിയർ ഓർ റെസ്പെക്ട്? റെസ്പെക്ട്. ഈസി വൺ അല്ലേ? ജസ്റ്റിസ് ആണോ വേണ്ടേ, നീതിയാണോ വേണ്ടേ, സംരക്ഷണമാണോ വേണ്ടേ? ജസ്റ്റിസ് ഓർ പ്രൊട്ടക്ഷൻ? നീതി. കൺട്രോൾ ആണോ വേണ്ടേ, ഫ്രീഡം ആണോ വേണ്ടേ? ഫ്രീഡം. എന്ത് പറഞ്ഞാലും ജയിക്കണം അതോ വിൻ ദ നാരറ്റീവ്? എന്താ പറഞ്ഞാൽ എന്ത് ആയാലും ഐ ഷുഡ് വിൻ ദ നാരറ്റീവ് ഓർ മോറലി കറക്റ്റ് ആയിരിക്കണം? മോറലി കറക്റ്റ്. ഉണ്ണിച്ചേട്ടാ, അച്ഛൻ്റെ കൂടെ നിൽക്കണോ സത്യത്തിൻ്റെ കൂടെ നിൽക്കണോ? സ്റ്റാൻഡ് ബൈ ദ ഫാദർ ഓർ സ്റ്റാൻഡ് ബൈ ദ ട്രൂത്ത്? രണ്ടും ഓപ്പോസിറ്റ് ആണോ? I don't know. You tell me. Cinema കാണണോ? I will stand by the truth. You will stand by the truth. Okay. ഇനി I want to ask you this question. Okay. നേരത്തെ ഞങ്ങൾ ചേട്ടൻ കയറി വന്നപ്പോൾ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഷറഫുദ്ദീനായിരുന്നു ഉത്തരം. ഏറ്റവും കൂടുതൽ പോളിറ്റിക്സിൽ ആരായിരുന്നു സർവൈവ് ചെയ്യാൻ പോകുന്ന ഈ കൂട്ടത്തിൽ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഷറഫുദ്ദീൻ്റെ പേരാ പറഞ്ഞത്. ഒരു സംശയമില്ല. എന്താ എല്ലാവരും അങ്ങനെ പറയുന്നത്? വെറുതെ എന്തുകൊണ്ടാണ് പൊളിറ്റീഷ്യൻ്റെ ഒരു? അല്ല, ഞാൻ കുറച്ച് പൊളിറ്റിക്സ് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും സാഹചര്യങ്ങളിലൊക്കെ ഞങ്ങൾ പണ്ട് മുതൽ ഇല്ല അല്ലാതെ സംസാരിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ കുറേ കാലമായിട്ടുള്ള ഫ്രണ്ട്സാണല്ലോ. അപ്പം ഞാൻ എവിടെ നിന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക. അതുകൊണ്ടാണ് നിവിൻ അങ്ങനെ പറയുന്നത്. പിന്നെ പൊതുവെ എനിക്ക് ഇഷ്ടമാണ്. So there's nothing wrong in it അല്ലേ? ഓക്കെ, ഈ കൂട്ടത്തിൽ ഇത് ചിലപ്പോൾ എല്ലാവരും ആയിരിക്കും, പക്ഷെ എന്നാലും ചോദിച്ചോട്ടെ, ഹൂ ഈസ് ഒരു സമാധാനപ്രിയ പീസ് മേക്കർ ഈ കൂട്ടത്തില്? അല്ല ഇൻവെർട്ടർ ആണ്. എനിക്കൊന്നു പുള്ളി വെറുതെ ഇരിക്കുള്ളൂ, പിന്നെ പീസ് മേക്കർ ഒന്നുമല്ല. സമാധാനം അവിടെ നല്ല അടി നടക്കുകയാണെങ്കിൽ പുള്ളി മാറി വെറുതെ ഇതിൽ കൂട്ടത്തിലൊരു സമാധാനം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടമല്ല, അല്ല അത് നേടിക്കൊടുക്കുന്ന ആള് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? സമാധാനം നേടിത്തരുന്നതാണ്. എടാ, അങ്ങനെ ആരുമില്ല. എല്ലാവർക്കും കുറച്ചൊരു ഡ്രാമ വേണം. ഓക്കെ, ഈ കൂട്ടത്തില് ഇപ്പൊ എന്ത് വന്നാലും കൂടെ ഉണ്ടാവും. ഉണ്ണി സാർ ആണോ? കൂടെ നിൽക്കും, കട്ടയ്ക്ക് നിൽക്കും. ഓക്കെ, ആൻഡ് ഒരു റിസ്ക് എടുക്കുന്ന ആള് കൂട്ടത്തില്. റിസ്ക് എടുക്കാൻ കുറച്ചുകൂടെ ഞങ്ങളെയൊക്കെ അഭിനയിക്കാൻ വിളിച്ച് അതൊരു റിസ്ക് ആയിരുന്നു ചേട്ടാ.
നമ്മൾ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ ഇങ്ങനെ സിനിമ ചെയ്യുന്നില്ല. അത് തന്നെ ഒരു വലിയ റിസ്ക് ആണ്. ആൻഡ് ഏറ്റവും ഈ ഒരു കാര്യം പറഞ്ഞാൽ ആരുടെ പറയാതെ വെക്കുന്നത്, സീക്രറ്റ്സ് പുറത്തേക്ക് പറയാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഏറ്റവും കൂടുതൽ മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ആളാരാ? മിസ്അണ്ടർസ്റ്റുഡ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട ആൾ, തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ആൾ, അങ്ങനെ ആരുമില്ല, എല്ലാവരും നല്ല കുട്ടികളാണ്. നോ തെറ്റിദ്ധാരണ. ഓക്കെ, സോ ഫൈനലി ഐ വിൽ ആസ്ക് യു വൺ മോർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ക്രൈസിസ്, ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ ഒരു പ്രശ്നമാണല്ലോ ഇതിനൊക്കെ ഒരു തുടക്കം. ഏറ്റവും നന്നായി ഹാൻഡിൽ ചെയ്യാൻ ഈ കൂട്ടത്തിൽ ആരാ? ഹാൻഡിങ് ഇറ്റ് ഓവർ, ഒരു ഡൗട്ടും ഇല്ല. രാജ് ചേട്ടൻ എന്താ ക്രൈസിസ് ഹാൻഡിൽ ചെയ്തത്? അത് ക്രൈസിസ് ആണോ ചേട്ടാ? ഇത്രയും പേരെ മാനേജ് ചെയ്ത ഒരു വർക്ക്, ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റിൽ 200 പേരുണ്ടെങ്കിൽ 200 തന്തയ്ക്ക് പറഞ്ഞവരാണ്. ഇവരെല്ലാം ഒന്നിച്ച് കൊണ്ടുപോകാന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. എന്റെ സ്വഭാവമല്ലേ പറഞ്ഞപ്പോ ഇമ്പാക്ട് കൂടിപ്പോയി. അശോകൻ ചേട്ടനോ ക്രൈസിസിൽ എങ്ങനെയാ? ഒരു പ്രശ്നം വന്നാൽ എങ്ങനെയാ അശോകൻ ചേട്ടൻ ഹാൻഡിൽ ചെയ്യാ? എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യും, കൂടെ നിൽക്കുന്നതിന് കൂടെ നിൽക്കും. അതെ. എൻ്റെ ഏറ്റവും അടുത്ത സിനിമയിലെ സുഹൃത്തുക്കളിൽ ഒരാളാണ് നമ്മുടെ എഴുതുന്ന ഉദയകൃഷ്ണൻ. അപ്പോൾ ഉദയൻ എപ്പോഴും രാവിലെ വിളിച്ചെന്നോട് ചോദിക്കും, ഇന്ന് പ്രശ്നമൊന്നും കിട്ടിയില്ലേ? You like it. I think crisis really drives you. So അങ്ങനത്തെ ഒരു ക്രൈസിസ് ഓറിയന്റഡ് ഫിലിമിന്റെ സൊല്യൂഷൻസ്. ഫിലിം അല്ലല്ലോ, നമുക്ക് അതിലൊക്കെ വെളിയിൽ ഒരുപാട് ആക്ടിവിറ്റി ഒക്കെ ഇല്ലേ, എപ്പോഴും എന്തെങ്കിലും സംഗതി ഉണ്ടാവും, അത് നമ്മളെ ഡ്രൈവ് ചെയ്ത്. ഇവൻ ഐ ലവ് ക്രൈസിസ്. ചില ആൾക്കാർ ക്രൈസിസിലാണ് ഏറ്റവും നന്നായി. നിവിന്റെ ക്രൈസിസ് ഇഷ്ടമല്ല നിവിൻ? ഒട്ടും ക്രൈസിസിലൂടെ പോകാത്ത ആളോട് ചോദിക്കൂ. കുറച്ച് നാളായിട്ട് ക്രൈസിസിലൂടെ ആയിരുന്നു, അതുകൊണ്ട് ഇനി കുറച്ച് നാൾ സമാധാനത്തിലൂടെ പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് തോന്നുന്നു ക്രൈസിസ് ആണ് നമ്മുടെ പേഴ്സണാലിറ്റി ഏറ്റവും നന്നായിട്ട് നമ്മളെ പെർഫോം ചെയ്യിക്കാനായിട്ട്. അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം, അത് പറഞ്ഞുകൊണ്ട്. ഒരു ക്രൈസിസ് നടക്കുമ്പോൾ മിണ്ടാതെ ഇരിക്കുകയാണോ അതോ മുന്നിൽ വന്ന് സത്യം പറയുകയാണോ? അല്ലേ, എല്ലാവർക്കും അത് തന്നെയല്ലേ. പക്ഷെ മിണ്ടാതിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഹൂ ഡോണ്ട് ലൈക്ക് കൺഫ്രണ്ടേഷൻ. ക്രൈസിസിന്റെ സ്വഭാവം ആദ്യം അറിയണം. യു ഹാവ് ടു ഗീവ് ഇറ്റ് ടൈം. കുറച്ച് മിണ്ടാതിരിക്കണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കണം, അത് കഴിഞ്ഞ് ഒന്ന് അസസ് ചെയ്യണം, പിന്നെ സംസാരിക്കണം. സംസാരിക്കേണ്ടത് മാത്രമേ സംസാരിക്കാവൂ, സംസാരിക്കേണ്ട കാര്യം കൃത്യമായിട്ട് സംസാരിക്കുകയും വേണം. പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കാതിരിക്കുക. അതുകൊണ്ടാണോ സംസാരിക്കാതിരിക്കുന്നത്? അപ്പോ നമ്മളോട് ആരോട് സംസാരിച്ചിട്ട് ഒരു കാര്യം അറിയാവുന്നതുകൊണ്ടാണ് സംസാരിക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണോ അനുശാന്ത് പറഞ്ഞു? തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ചോദിച്ചു, മിണ്ടിയാൻ എന്താ പ്രശ്നം? ആകെ ഒരു ജീവിതമേ ഉള്ളൂ, മിണ്ടിക്കൂടെ? മനുഷ്യൻ മാത്രമാണ് സംസാരിക്കാൻ പറ്റുന്ന ഒരു ജീവി, മിണ്ടിക്കൂടെ എന്ന് ചോദിച്ചു. അവനോട് പറയണേ, നമ്മൾ വെറുതെ എനർജി വേസ്റ്റ് ആക്കരുത്. എന്ത് പറയാനാ? അല്ല, എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല പറയാനത്. എനിക്ക് തോന്നുന്നു മിസ്അണ്ടർസ്റ്റാൻഡ് ഏർപ്പെട്ടത് സാറാണ്. ബിക്കോസ് ഞാൻ വിചാരിച്ചു ഭയങ്കര സീരിയസ് ആയിരിക്കും. സീരിയസ് അല്ല എന്നല്ല, നമ്മൾ പ്രൊഫഷണലി വർക്ക് നടക്കുമ്പോൾ സീരിയസ് ആണ്. അല്ലാത്ത സ്പേസിൽ എനിക്ക് തോന്നുന്നത് സാറ് നിവിൻ ചേട്ടനൊക്കെ ഏറ്റവും കൂടുതൽ തമാശകൾ നിവിൻ ചേട്ടനോളം പറയാൻ സാറ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല, നമ്മൾ പൊതുവേ ഉള്ള സാറിൻ്റെ ഒരു ഇമേജും സാറ് ഹാൻഡിൽ ചെയ്യണ കാര്യങ്ങളും നമ്മൾ വിചാരിക്കും വലിയ വലിയ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന. അങ്ങനെയല്ല, അങ്ങനെയല്ല. അത് നമ്മളൊരു കാര്യത്തിനെ ഹാൻഡിൽ ചെയ്യണ ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പൊ മനസ്സിലായി ഒന്നുമില്ലെന്ന് സാർ. ഞാൻ അല്ല, ഒരു കാര്യമില്ലെന്നല്ലോ. അല്ലല്ല, കാര്യമില്ലെന്നല്ല. അതായത് എനിക്കൊരു ബിഗിനിങ് സ്റ്റേജ് ആവുമ്പോൾ ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണല്ലോ. സോ ഞാൻ എപ്പോഴും ഈ ജേർണിനെ പറ്റി ആലോചിക്കുമ്പോൾ 80 to 90% എൻ്റെ കംഫർട്ട് വരാൻ കാരണം സാർ ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന് എനിക്കൊരു 100% ഒരു ധാരണ ഉണ്ട്. ബിക്കോസ് അതിൻ്റെ ഒരു ലീഡർ ഇങ്ങനെ ആവുമ്പോഴല്ലേ ആ മുഴുവൻ സെറ്റ് ഇങ്ങനെ ആവുള്ളൂ. സോ ഐ തിങ്ക് എവറിബഡി ഇൻ ദിസ് മൂവി വാസ് extremely happy with the experience which this movie gave us. Well said. അത് ഒപ്പിച്ചെടുത്തു. അല്ല, ഇതായിരുന്നു സത്യം. അപ്പോൾ അത് എങ്ങനെ പറഞ്ഞാലും ഞാൻ പറയും.
സർ പ്ലീസ് കണ്ടോ ഇപ്പൊ വന്നില്ലേ? മലയാളത്തിൽ പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞ കാണുമ്പോൾ എന്തൊക്കെയോ ആളെന്ന് അല്ലല്ലല്ല നോ സർ അങ്ങനെയല്ല. അതാണ് ഇത് കട്ട് ചെയ്യും എന്നാല് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് ഞങ്ങൾക്ക് മറ്റേ സാധനം എന്താണ് സർ പ്ലീസ് ഐ ആം വെരി ഹാപ്പി സർ ഐ ആം എക്സ്ട്രീംലി ഹാപ്പി ടു വർക്ക് വിത്ത് യു. ബട്ട് ഇറ്റ്സ് എ ഗുഡ് തിങ്. യു ഡോ എല്ലാവരും ഒന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആരാണെന്നല്ലേ. ഒരു ആവശ്യമില്ല. അല്ല ആർട്ടിസ്റ്റ് കംഫർട്ടബിൾ ആവുന്നത് 100% നീഡഡ് ആണല്ലോ ഒരു സിറ്റുവേഷനിൽ. And he's been a great leader. Great. കൈയടിച്ച് പാസ്സാക്കാം. Great. Excellent leadershipൽ വർക്ക് ചെയ്ത അമേസിംഗ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ വളരെ സന്തോഷത്തിലാണ്, വളരെ എക്സൈറ്റഡ് ആണ്. ബിക്കോസ് അവർ അഭിനയിച്ച ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഫാമിലി ഡ്രാമ ഈ മാർച്ച് 26 തിയേറ്റേഴ്സിൽ എത്തുകയാണ്. പ്രതിച്ഛായ ശ്രീഗോകുലം മൂവീസ് ആൻഡ് RD ഇലുമിനേഷൻസ് ആണ് ഈ സിനിമ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് അതിൻ്റെ writer and director B. Unnikrishnan along with this wonderful cast sitting around me. നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ബാജൻഡർ മേനോൻ സാറിനെയാണ്, അതുപോലെ ആനിനെ മിസ് ചെയ്യുന്നു. സോ ഒരു വളരെ ശക്തമായ ഒരു ചീഫ് മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ, കൊച്ചുമക്കൾ, കൂട്ടുകാർ, പാർട്ടീസ്, ഇതെല്ലാം കൂടെ ഒരുമിക്കുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സിനിമ തന്നെയായിരിക്കും. ആൻഡ് ഇനി ഇത് നമുക്ക് അവർക്കങ്ങ് ഇട്ടുകൊടുക്കാം അല്ലേ ചേട്ടാ? ലാസ്റ്റ് നിവിൻ ഓൾസോ. അതെ, അപ്പോൾ എല്ലാവരും മാർച്ച് 26 പ്രതിച്ഛായ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നിങ്ങളുടേതാണ് സിനിമ, ഞങ്ങളുടേതല്ല. 26 പ്രതിച്ഛായ തിയേറ്ററിൽ ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാമിലി ഡ്രാമ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. താങ്ക് യു. അപ്പോൾ ഈ വരുന്ന 26 പ്രതിച്ഛായ റിലീസാവുന്നത്. നീയും പറഞ്ഞ പോലെ, ഉണ്ണി സാർ പറഞ്ഞ പോലെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഇമോഷൻസ് നിറഞ്ഞൊരു സിനിമ കാണാം. അത് കുറച്ച് രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ബാക്ക് ഡ്രോപ്പിലാണ് സിനിമ ചെയ്തിരിക്കുന്നത്. വ്യക്തിപരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായ സിനിമയാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും കാണാം. താങ്ക് യു. മാർച്ച് 26 വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. ഞാൻ ഉൾപ്പെടെ, എൻ്റെ കുടുംബം ഉൾപ്പെടെ എല്ലാം ഞാൻ പറഞ്ഞ വാർത്തകൾ കേട്ട് എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ്. എന്തായാലും ഇതൊരു ആൾക്കാരെ നിരാശപ്പെടുത്തില്ല. ടിക്കറ്റ് എടുത്ത് കയറുന്നതിൻ്റെ ഒരു എൻ്റർടൈനർ തന്നെയാണ്. നല്ല സിനിമയായിരിക്കും. ചുമ്മാ ഇങ്ങനെയൊക്കെയുള്ള ഓരോ തള്ളൂല്ല ഇത് കാണണമെന്നല്ല, അങ്ങനെ പറയല്ല. ഫ്രം മൈ ഹാർട്ട്. ഞാൻ വർക്ക് ചെയ്ത കഥാപാത്രങ്ങൾ വെച്ച് നോക്കുമ്പോഴും വളരെ ഡിഫറെൻ്റായിട്ട് എനിക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അതായത് എൻ്റെ സ്ഥിരം സ്പീഡോ ചട്ടിലതൊന്നുമില്ലാതെ വളരെ മെച്ചുവേർഡായിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ഒരു നല്ല ഡയറക്ടറുടെ കീഴിൽ വരുമ്പം അവർ തന്നെ നമ്മൾ പോളിഷ് ചെയ്തെടുക്കും. അങ്ങനെയും സന്തോഷമാണ്. 50 ദിവസം സെറ്റ് നിന്നപ്പോഴൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. പലതും പഠിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു. ഇതൊരു വിജയമാവും. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു വൻ വിജയം ആഘോഷിക്കാൻ ഒത്തുകൂടും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വലിയൊരു സിനിമ മാർച്ച് 26 നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഒരു വലിയ കൂട്ടം ആക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ഒക്കെ ഉണ്ട് ഈ സിനിമയുടെ പിന്നിൽ. ഒരു ഫാമിലിക്ക് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്നൊരു മൂവിയാണ്. പൊളിറ്റിക്കൽ മൂവി അല്ലെങ്കിൽ ഒരു ഫാമിലി പൊളിറ്റിക്കൽ മൂവി എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു പൊളിറ്റിക്സിനെ മാത്രം കണക്ട് ചെയ്തുകൊണ്ട് വന്ന് കാണാനുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഫാമിലിയായിട്ട് വന്നിട്ട് ഞങ്ങളെ സ്വീകരിക്കണം. ഞങ്ങൾ നിങ്ങൾക്കായി ഒരുപാട് സ്നേഹത്തോടു കൂടി ഒരുക്കിയ സിനിമയാണ് പ്രതിച്ഛായ. തീർച്ചയായിട്ടും വരിക, കാണുക, സപ്പോർട്ട് ചെയ്യുക, റിവ്യൂസ് ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു. എല്ലാവരും പ്രതിച്ഛായ കാണണം. എല്ലാവരും പ്രതിച്ഛായ കാണണം. മാർച്ച് 26 റിലീസാവുന്ന പ്രതിച്ഛായ ഒരു വലിയ വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതെ, മാർച്ച് 26 പ്രതിച്ഛായ ഇറങ്ങാണ്. ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിലുള്ള ഒരു ഫാമിലി ഡ്രാമയാണ്. എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ അത്തരം ഒരു സിനിമ വന്നിട്ട് കുറച്ച് കാലമായി. ഉറപ്പായിട്ടും ആ ഫ്രഷ്നെസ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തിയേറ്ററിൽ കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു. പ്രതിച്ഛായ ഈ വരുന്ന മാർച്ച് 26 തിയേറ്ററിൽ ഇറങ്ങാണ്. എന്നെ പേഴ്സണലി എക്സൈറ്റ് ചെയ്യിക്കുന്നത് ഇതിലുള്ള കാസ്റ്റും അവരുടെ പെർഫോമൻസസും പിന്നെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റും ഇതിൻ്റെ സ്റ്റോറി എങ്ങനെ ഇവോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഐ എം ഓൾസോ ലുക്കിംഗ് ഫോർവേഡ് ടു ദ ഫിലിം. തിയേറ്ററിൽ വന്ന് കാണണം. മാർച്ച് 26 പ്രതിച്ഛായ എന്ന സിനിമ ഇറങ്ങാൻ പോകുന്നു വിത്ത് എ ബ്യൂട്ടിഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ. ഐ ജസ്റ്റ് ഹോപ്പ് എല്ലാവരും ഫാമിലി ആയിട്ട് സിനിമ കാണാൻ തിയേറ്റേഴ്സിലെത്തും. പ്ലീസ് ഉറപ്പായിട്ടും എത്താം. ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. താങ്ക് യു. മാർച്ച് 26 എല്ലാവരും പ്രതിച്ഛായ കാണണം. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം. ഡോണ്ട് മിസ് ഇറ്റ്.
നമസ്കാരം. മാർച്ച് 26 ഞങ്ങളുടെ സിനിമ പ്രതിച്ഛായ നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഒരു ഫാമിലി മൂവിയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു. മാർച്ച് 26 പ്രതിച്ഛായ തിയേറ്ററിൽ റിലീസ് ആവുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. വലിയൊരു വിജയമാവും എന്നുള്ള വിശ്വാസവും പ്രതീക്ഷയും ഉണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഓക്കെ, ജസ്റ്റ് ഞാൻ ഈ കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കാര്യം നമ്മൾ ഇവിടെ ഉള്ളവരെ പറഞ്ഞു, ഇല്ലാത്തവരെ പറഞ്ഞു, രണ്ടുപേരെ പറഞ്ഞു. പക്ഷേ പ്രധാനപ്പെട്ട ഒരാളെ വിട്ടുപോയിട്ടുണ്ട്, സായ് കുമാർ. എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ്, എല്ലാവരുടെയും ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആക്ടേഴ്സിൽ ഒരാളാണ് സായ് കുമാർ. അമേസിങ് ആക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റോളും ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കണ്ടു തന്നെ അറിയുക. maybe save the best part of it for the end അല്ലേ? സായി ചേട്ടനോട് ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് എന്തായാലും ഉണ്ട്. സായി ചേട്ടൻ ആൻഡ് ബാലചന്ദ്ര മേനോൻ സർ. പക്ഷേ ഇവരെല്ലാവരും ഒരുമിച്ച് 26 they will come to the theatre next to you. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആ ടിക്കറ്റ് ബുക്ക് ചെയ്യൂ, സിനിമ പോയി കാണൂ, ആൻഡ് ഇവരെ അഭിപ്രായം അറിയിക്കൂ, whether you loved it or not. But till then, congratulations, and we're really hoping ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവട്ടെ, വലിയ സക്സസ് ആവട്ടെ, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബ ചിത്രമാവട്ടെ പ്രതിച്ഛായ എന്ന് ആശംസിക്കുന്നു. All the best.